ഇവിടെ വെച്ച് ഇത് നടത്തപ്പെടുന്നതായ ബോധവൽക്കരണ സുവിശേഷ സന്ദേശത്തിലേക്ക് സഹൃദരായ എല്ലാ ദേശനിവാസികളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. നല്ലവരായ നിങ്ങളുടെ ഓരോരുത്തരെയും ശ്രദ്ധയെ ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ച ചില ആത്മീയ ഗാനങ്ങൾ പ്രാരംഭമായി പാടുന്നു. നിങ്ങളുടെ എവിടെയും സഹകരണത്തെ ഞങ്ങൾ സാദരം ക്ഷണിക്കുന്നു. കർത്താവിന്റെ ദാസൻ മുന്നോട്ട് കടന്നു പ്രാർത്ഥിച്ച് നമ്മളെ സഹായിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, വേദനാജനകമായി മുൻപോട്ട് പോകുവാൻ പറ്റാത്ത വലിയ ഉത്തരവാദിത്തത്തിൻ്റെ മധ്യം താടിച്ചിരിക്കുന്ന ദിനത്തിന് നടുവിൽ തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തിൻ്റെ അകത്ത് സമാധാനവും സന്തോഷവും പ്രാപിപ്പാൻ ഈ ദേശത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശബ്ദപരിധിക്കുള്ളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, ബിസിനസ് മേഖലകളിലായിരിക്കുന്ന വ്യാപാരി സുഹൃത്തുക്കൾ, വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർ, എല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് തുടർന്നുള്ള ശുശ്രൂഷകൾ ഭംഗിയായി പരിശുദ്ധാത്മാവ് ദൈവദാസന്മാരെ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാം. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാം. നാളിത് പോരാ, നാളിത് പോരാ, ആയുസ്സുമിത് പോരാ. നാളിത് പോരാ, നാളിത് പോരാ, ആയുസ്സുമിത് പോരാ. ജീവിത പാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിത പാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ താങ്ങി നടത്തിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. താങ്ങി നടത്തിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാളിത് പോരാ, നാളിത് പോരാ, ആയുസ്സുമിത് പോരാ. നാളിത് പോരാ, നാളിത് പോരാ, ആയുസ്സുമിത് പോരാ. ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, നിങ്ങളെ എല്ലാവരെയും ഈ സന്ധ്യയുടെ യോഗത്തിലേക്ക് ഞങ്ങൾ വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. ഈ രാത്രി ഇവിടെ നിന്ന് മുഴങ്ങുന്ന ദൈവ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ നൽകി തരുവാൻ വലിയവനായ ദൈവം ഇടയാക്കട്ടെ. ഒന്ന് രണ്ട് ഗാനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അതിനായി സഹോദരങ്ങളോട് ക്ഷണിക്കും. Praise the Lord.
ഉറവുകളെല്ലാം ഏറ്റെടു വീണ്ടും ഒരു ഗാനം കൂടെ പ്രിയ സഹോദരൻ നമുക്ക് വേണ്ടി ആലപിക്കും. അനന്തരമായി നാം അറിയേണ്ട ദൈവിക സന്ദേശം, നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചുമുള്ള സർവശക്തനായ ദൈവത്തിന്റെ ആഗ്രഹവും ദൈവത്തിന്റെ പദ്ധതികളും ഇന്ന് രാത്രികാലം വിശുദ്ധ വചനത്തിലൂടെ സാക്ഷ്യങ്ങളിലൂടെ കർത്താവിന്റെ ദാസൻ നിങ്ങളോട് അറിയിക്കുമ്പോൾ അവിടെയായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വളരെ ശ്രദ്ധയോടെ ഈ സന്ദേശം ചെവിക്കൊള്ളണമെന്ന് ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. തുടർന്ന് കാലാവസ്ഥയുടെ ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പാട്ടിന് വേണ്ടി ആ ഒടുവിൽ സമയം നമുക്ക് എടുക്കാം എന്ന് വിചാരിക്കുകയാണ്. ആകയാൽ തുടർന്നുള്ള സമയങ്ങൾ കർത്താവിന്റെ ദാസൻ മുൻപോട്ട് കടന്നു വന്ന് ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് പങ്കുവെക്കും. അതിനുവേണ്ടി ബഹുമാന്യ കർത്തൃദാസനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവിടെ മണ്ഡലങ്ങളിലൊക്കെയായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ സ്നേഹിതർക്കും ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഞങ്ങളോട് ഇതുപര്യന്തം ഞങ്ങളെ വളരെ സഹകരണത്തോടുകൂടി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന കഴിഞ്ഞ കാലങ്ങളിലും ഒട്ടനവധി പ്രാവശ്യം ഈ സ്ഥലം കേന്ദ്രീകരിച്ച് ഞങ്ങളിവിടെ ദൈവവചനം സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങൾ തന്ന എല്ലാ സ്നേഹ ഊഷ്മളമായിരിക്കുന്ന സ്വീകരണവും ഞങ്ങൾ ഹാർദമായ സ്വീകരണവും സഹകരണവും നിങ്ങൾ കാണിച്ചതിൽ ഇന്നും ഞങ്ങൾ വളരെ നന്ദിപൂർവ്വം ഓർക്കുന്നു. പല ഭാഗത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ മാന്യ സ്നേഹിതന്മാരുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തെ ബഹുമാനിക്കുന്നവർ, ദൈവവചനം ബഹുമാനിക്കുന്നവർ ഇവിടെയുണ്ട്. അതിൽ ഞങ്ങൾ വളരെ അങ്ങേയറ്റം സന്തുഷ്ടി ഉള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ലഹരി വിരുദ്ധ വിമോചന പ്രവർത്തനങ്ങളുടെ ഉള്ള ബന്ധത്തിലാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മദ്യപാനം, ലഹരി, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ലഹരി വസ്തുക്കളുടെ അതിനെ സംബന്ധിച്ചുള്ളതിൻ്റെ ദോഷവശങ്ങളെ ആസ്പദമാക്കി ഇതുണ്ടാക്കുന്ന സമൂഹത്തിലുണ്ടാക്കുന്ന ദോഷങ്ങൾ, സമൂഹത്തിൽ വരുത്തുന്ന മുറിവുകൾ, കുടുംബജീവിതത്തിൽ വരുത്തുന്ന മുറിവുകൾ, ഇത് സംബന്ധിച്ചുള്ള ചില വിഷയങ്ങൾ നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില ഏറ്റവും മൂല്യമുള്ള ചില വസ്തുതകൾ
നിങ്ങളുടെ അറിവിലേക്ക് ഞങ്ങളിവിടെ പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ മീറ്റിങ്ങിൽ ഇവിടെ ബന്ധപ്പെട്ട് ഇവിടെ ആയിരിക്കുന്ന ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഞങ്ങളുടെ എല്ലാ ബഹുമാന്യ കർത്തൃദാസന്മാർ ഇവിടെയുണ്ട്. ദീർഘയാത്ര ചെയ്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന ഈ കർത്തൃദാസന്മാർ അവര് കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള എല്ലാ പ്രദേശങ്ങളെയും കേന്ദ്രീകരിച്ച് ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന ഒരു പ്രബോധനവും അതുപോലുള്ളതായ ഉപദേശവും കൗൺസിലിങ്ങും ഇവരെ നടത്തി വരുന്നു. അതുപോലുള്ള ബന്ധത്തിലാണ് ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഈ പ്രവർത്തനവും ഈ പ്രസംഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകം ഒട്ടനവധി ഗ്രന്ഥങ്ങളും മറ്റ് സുവിശേഷ സാഹിത്യങ്ങളും പ്രബോധനങ്ങളും അടങ്ങിയിരിക്കുന്ന ലഘുലേഖകൾ ഇവിടെ ഒട്ടനവധി സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് വിതരണം ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, ഈ കഴിഞ്ഞ 2 കൊല്ലക്കാലം ജനം വളരെ ബുദ്ധിമുട്ടിലാകുകയും പ്രയാസങ്ങൾ നേരിടുകയും പ്രതിസന്ധികൾ നേരിടുകയും ചെയ്തത് നമുക്കറിയാം. നാം വളരെ വിഷമകരമായിരിക്കുന്ന പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ നാളുകളിലൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുന്ന കോവിഡ് പ്രതിസന്ധി ഏതാണ്ട് 2-3 ലക്ഷം ആളുകളെയാണ് ഈ ലോകത്തിൻ്റെ ഈ ഭൂമിയുടെ മുഖത്ത് നിന്ന് തുടച്ചു മാറ്റിയത്. പ്രൈസ് ദി ലോർഡ്. അതിൽ നാം വളരെ ഖേദമുള്ളവരും ദുഃഖമുള്ളവരുമാണ്. അനേക സ്ത്രീകൾ വിധവമാരായി, അനേക പുരുഷന്മാർക്ക് അവരുടെ ഭാര്യമാരെ നഷ്ടപ്പെട്ടു, അനേകർക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവരുണ്ട്. പക്ഷേ ആ പ്രതിസന്ധി അങ്ങനെ കഴിഞ്ഞു എങ്കിലും അത് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എന്ന് കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആകയാൽ സർവശക്തനായ ദൈവത്തിൻ്റെ എല്ലാ സഹായങ്ങളും സാന്നിധ്യവും എല്ലാ അനുഗ്രഹങ്ങളും തുടർന്ന് നമ്മുടെ മേലുണ്ടാകുവാൻ നിങ്ങളുടെ പ്രത്യേകമായിരിക്കുന്ന സഹകരണം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ നാം ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്നു. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ചുണ്ട്. ഒന്ന്, നാം ധാരാളം വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ മറ്റ് ഇതര വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ളതായിരിക്കുന്ന നൂതനമായ സാങ്കേതിക വിദ്യകളും മറ്റും നാം അറിയണം. ട്രാഫിക് നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അപ്പോഴപ്പോൾ പുറപ്പെടുവിക്കുന്നതായിരിക്കുന്ന നിയമങ്ങളും നിയമ സംഹിതകളും ഒക്കെ നാം ധാരാളമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവയൊക്കെ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചില സാമ്പത്തികമായ നഷ്ടങ്ങളും മറ്റുമൊക്കെ സംഭവിക്കും. അതും നമുക്കറിയാം. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഗവൺമെന്റിന്റെ അപ്പോഴപ്പോഴുള്ളതായ നിയമങ്ങൾ നാം അറിഞ്ഞിരിക്കണം. എന്നാൽ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിനേക്കാളൊക്കെ അപ്പുറത്തായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമുള്ള ചില ആത്മീക സത്യങ്ങൾ കൂടെ നാം അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഈ തരുണത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ഒരു ആയസ്സാണ് ഒരു മനുഷ്യന് ലഭിക്കുന്നത്. 70 ഏറിയാൽ 80 സംവത്സരം നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാണ്. ഇതിനുള്ളിൽ തന്നെ ചിലപ്പോൾ മരിക്കുവാൻ നമ്മുടെ ജീവൻ നഷ്ടപ്പെടാൻ ഉള്ള സാധ്യത വളരെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ, നാം ജനിച്ച് ജീവിക്കുന്ന ഈ ഭൂമിയിൽ അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറിഞ്ഞിരിക്കേണ്ടതായിരിക്കുന്ന ചില ആത്മീയ നിയമങ്ങളുണ്ട്. ഒരു മനുഷ്യൻ, അവനിൽ അടങ്ങിയിരിക്കുന്ന ഒരു ആത്മാവ്, ഒരു മനുഷ്യന് ഒരു ആത്മാവ് ഉണ്ട്. ശരീരം, ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെ 3 ഘടകങ്ങൾ ഓരോ മനുഷ്യനുമുണ്ട്. ഈ മനുഷ്യ ശരീരം മരണത്തോടുകൂടെ ഈ മനുഷ്യ ശരീരം ജീർണിച്ച് അത് മണ്ണിനെ നാം വിധേയപ്പെടുത്തിയത് അത് നാം സംസ്കരിക്കുന്നു. എന്നാൽ നശിക്കാത്ത ഒരു ആത്മാവ് ഏത് മനുഷ്യനും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകത, ഏത് മനുഷ്യനും ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ളതായിരിക്കുന്ന പ്രാകൃതരുടെ ഇടയിലും അവർക്കുമുണ്ട് ഒരു ദൈവം. അവർ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഓരോരോ നിലകളിൽ ദൈവത്തെ വിശ്വസിക്കുന്നു. അറിയാവുന്ന നിലകളിലും അറിഞ്ഞിരിക്കുന്ന സത്യമനുസരിച്ച് അവർക്കും ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട്. ഓരോരോ വിധത്തിലും ഓരോരോ തരത്തിലുമാണ് അവർ ആരാധിക്കുന്നതെന്ന് ഉള്ളത് വേറൊരു വശം. പക്ഷേ നാം അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ സൃഷ്ടാവ് ആരാണെന്ന് നാം നിശ്ചയമായിട്ടും അറിഞ്ഞിരിക്കണം. നാം തന്നെ ഈ ഭൂമിയിൽ ഉണ്ടായതല്ല.
നമുക്ക് ഒരു സൃഷ്ടാവ് ഉണ്ട്. ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്. ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായി വന്നതല്ല. ഈ ഭൂമിയിൽ കാണുന്ന ഒരു സാധനവും തന്നെ ഉണ്ടായതല്ല. ഏത് വസ്തുവിൻ്റെയും പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നുള്ള കാര്യം നാം നിശ്ചയമായിട്ടും അറിഞ്ഞിരിക്കണം. ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിക്കും ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടെ വരുന്നൊരു വ്യക്തിക്കും ചൈനയിൽ നിന്നോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന അവികസിത രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വ്യക്തിയോ ഒക്കെ നോക്ക്, എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഉള്ള ശരീരപ്രകൃതി കാണാൻ സാധിക്കും. എല്ലാ മനുഷ്യൻ്റെയും കൈ നോക്കിയാൽ 5 വിരലുകൾ കാണാം. 2 കണ്ണുകൾ, ഒരു മൂക്ക്, ഒരു വായ്ക്ക് അകത്ത് പ്രവർത്തനക്ഷമതയുള്ള ഒരു നാവ്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ 2 നാവുള്ളതായിട്ട്? ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ 4 കണ്ണുള്ളതായിട്ട്? ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ 3 കൈയുള്ളതായിട്ട് കണ്ടിട്ടുണ്ടോ? എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? ഈ പ്രപഞ്ചത്തിലുള്ള ഏത് മനുഷ്യനെയും ഒരു ദൈവമാണ് സൃഷ്ടിച്ചതെന്ന് ഇത് വ്യക്തമാകുകയാണ്. നാം ഉപയോഗിക്കുന്ന കറൻസി, നാം ഉപയോഗിക്കുന്ന കോയിൻസ്, നാണയങ്ങൾ, ഇവ എല്ലാം തന്നെ ഒരേ യൂണിഫോമിറ്റി അല്ലേ ഉള്ളത്. 5 രൂപയുടെ നാണയം, 10 രൂപയുടെ നാണയം, 2000 രൂപയുടെ ഒരു നോട്ട്, ഇവയെല്ലാം ഒരേ തരത്തിലുള്ളതായിരിക്കുന്ന പ്രകൃതി രൂപമാണെന്നുള്ളത് നമുക്കറിയാം. എന്തുകൊണ്ട്? ഈ നാണയവും ഈ നോട്ടും എല്ലാം ബോംബെയിലുള്ളതായിരിക്കുന്ന പ്രത്യേകം മിന്റിൽ ഉണ്ടാക്കിയതാണ്. അവിടെയുള്ള കമ്മട്ടം അല്ലെങ്കിൽ മിന്റിലാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് പുറത്തു വരുന്നത്. എല്ലാറ്റിനും ഒരേ യൂണിഫോമിറ്റി, ഏതെങ്കിലും ഒരു വ്യത്യാസം ഒന്നിനും കാണുകയില്ല. ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ. ഈ മനുഷ്യനെ സർവ്വലോകത്തിലുമുള്ള സകല മനുഷ്യരെയും ഒരേ ദൈവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളത് ആരും തലകുലുക്കി സമ്മതിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും ഒരു സൃഷ്ടാവ്, ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവം, ഈ ഭൂമിയിലെ മറ്റ് ജീവജന്തുക്കളെ ഉണ്ടാക്കിയവനായ ദൈവം ആകാശവും ഭൂമിയും സൂര്യചന്ദ്ര നക്ഷത്രാദികളെയും മഹാസമുദ്രങ്ങളെയും മഹാസമുദ്രങ്ങളിലായിരിക്കുന്ന ജീവജന്തുക്കളെയും ഈ കാട്ടിൽ പാർക്കുന്നതായിരിക്കുന്ന മറ്റ് ഹിംസ്ര ജന്തുക്കളെയും ഒക്കെ ഒരേ ദൈവം തന്നെ സൃഷ്ടിച്ചു. അതുപോലെ തന്നെ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നു. എല്ലാ മനുഷ്യനെയും ദൈവം എന്ന ഒരാൾ സൃഷ്ടിച്ചതാണ്. ഈ ജാതി ചിന്തകളും ഈ വർഗവർണ്ണ വ്യത്യാസങ്ങളുമൊക്കെ ഇവിടെ ദൈവം ഉണ്ടാക്കിയതല്ല, ദൈവം ഡിസൈൻ ചെയ്തതല്ല. നേരെ മറിച്ച് അത്യുന്നതനായ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ആകട്ടെ, ദൈവത്തിൻ്റെ വചനം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും ദൈവത്തെ സംബന്ധിച്ചും ദൈവ വചനത്തെ സംബന്ധിച്ചും ഈ ഭൂമിയിലെ പ്രപഞ്ചത്തെ സംബന്ധിച്ചും ഈ പ്രപഞ്ചത്തിലുള്ള മനുഷ്യവർഗത്തെ സംബന്ധിച്ചുമൊക്കെ ഉള്ളതായിരിക്കുന്ന ആധികാരികമായ ഒരു രേഖയാണ് സത്യവേദ ഗ്രന്ഥം. 40ഓളം എഴുത്തുകാര് 1600 കൊല്ലം കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടതായ കർത്തൃദാസന്മാരാണ് ഈ പുസ്തകം, ഈ ഞങ്ങൾ ഇവിടെ വിശ്വസിച്ച് പറയുന്ന ദൈവവചനം അല്ലെങ്കിൽ സത്യവേദ ഗ്രന്ഥം എന്ന മഹൽ ഗ്രന്ഥം ഡിസൈൻ ചെയ്ത് നമ്മുടെ കയ്യിൽ അതാത് മാതൃഭാഷകളിൽ ലഭിച്ചിരിക്കുന്ന ഈ സത്യവേദ ഗ്രന്ഥം തയ്യാറാക്കിയത് മനുഷ്യനല്ല. മനുഷ്യനിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവേശിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹിതമനുസരിച്ച് ദൈവജ്ഞാനത്തിൽ ദൈവഹിതത്തിന് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ടതാണ് ഈ പുസ്തകം നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്നത്. ഈ പുസ്തകം എഴുതപ്പെട്ടത് പരസ്പരം ആലോചിക്കാതെ, പരസ്പരം ചിന്തിക്കാതെ, പരസ്പരം കാണാതെ 40ഓളം എഴുത്തുകാര് 1600 സംവത്സരങ്ങൾ കൊണ്ട് എഴുതി തീർത്തതാണ് ഈ മഹൽ ഗ്രന്ഥം. ഈ 40 എഴുത്തുകാര് ഇത് എഴുതിയതുകൊണ്ട് ഒരു ആലോചനകളും ഒരു പുസ്തകവും ഒരു ഉപദേശവും തമ്മിൽ പരസ്പര വിരുദ്ധമല്ല.
അത് ഒരിക്കലും കോൺട്രാഡിക്ടറി അല്ല, പരസ്പര വിരുദ്ധമായിരിക്കുന്ന ഒരു ഉപദേശവും ഈ സത്യവേദ ഗ്രന്ഥത്തിൽ ഇല്ല. എല്ലാം ഒന്നോട് ഒന്ന് യോജിക്കുന്ന, ഒന്നോടൊന്ന് കോയിൻസൈഡ് ചെയ്യുന്നതായിരിക്കുന്ന ദൈവിക സത്യങ്ങളാണ് തിരുവെഴുത്തിൽ നമുക്ക് കാണാനുള്ളത്. ഈ പുസ്തകത്തിൻ്റെ അതിൻ്റെ കോമ്പോസിഷൻ ഞങ്ങളെ അത്യധികം ആകർഷിച്ച് ഞങ്ങളുടെ ജീവിതത്തെ സമൂലമായി പരിവർത്തനം ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തി. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് ചെയ്ത സ്വാധീനം കുറച്ചല്ല. ഇതാണ് സത്യവേദ ഗ്രന്ഥം. ഈ സത്യവേദ ഗ്രന്ഥത്തെ രണ്ടായിട്ട് ഭാഗിച്ചിരിക്കുന്നു. അത് ഒന്നാമത്തേത് പഴയ നിയമവും രണ്ടാമത്തേത് പുതിയ നിയമവും. ആദ്യത്തെ പുസ്തകത്തിൽ 39 പുസ്തകവും രണ്ടാമത്തെ പുസ്തകം അതായത് പുതിയ നിയമത്തിൽ 27 പുസ്തകവും. അങ്ങനെ ഇതൊരു പുസ്തക ശേഖരം അല്ലെങ്കിൽ ഒരു പുസ്തക സമാഹാരമാണ്. ഈ പുസ്തകത്തിലെ ഇതിവൃത്തം എന്താണ്? വാട്ട് ഈസ് ദി എസൻസ് ആൻഡ് ദ സം ആൻഡ് ദ സബ്സ്റ്റൻസ് ഓഫ് ദിസ് ബുക്ക്? അതൊരു അത്ഭുത ഗ്രന്ഥമാണ്, ഒരു അത്ഭുത ഗ്രന്ഥം. ദൈവത്തെ സംബന്ധിച്ച് ദൈവമാണ് ഈ പുസ്തകം ചമച്ചിരിക്കുന്നത്. ദൈവത്തെ സംബന്ധിച്ച് ദൈവം എഴുതിയ പുസ്തകം. ദൈവത്തെ സംബന്ധിച്ച് മനുഷ്യര് പറയുന്നതല്ല, ദൈവത്തെ സംബന്ധിച്ച് അത്യുന്നതനായിരിക്കുന്ന ദൈവം സംസാരിച്ചവയാണ് ഈ പുസ്തകത്തിലെ ഇതിവൃത്തം. അത് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം തൻ്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൽ കൂടെ മാനവജാതിക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യരക്ഷ എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കീ പോയിന്റ്. അതിൻ്റെ താക്കോൽ വാക്യം അല്ലെങ്കിൽ അതിൻ്റെ എസൻസ് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ, മനുഷ്യവർഗത്തിന്റെ ഉദ്ധാരണത്തിന്, മനുഷ്യവർഗത്തിന്റെ സമ്പൂർണമായിരിക്കുന്ന രക്ഷയ്ക്ക് ഏറ്റവും മതിയായ ഇത് കൂടാതെ മറ്റൊരു ഗ്രന്ഥം മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് ഈ ഭൂമിയിൽ പ്രസന്റ് ചെയ്തിട്ടില്ല. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് ഈ പുസ്തകം ധാരാളം മതി. ഇനി മറ്റേതെങ്കിലും അഡീഷണൽ ബുക്സ് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് ആരെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ അവരുടെ ഉപദേശം തെറ്റ്. ഈ 66 പുസ്തകത്തിൽ കൂടെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് സമ്പൂർണമായി ഉതകുന്ന ഉപദേശ രൂപങ്ങളും തത്വചിന്തകളും അതിന് ആവശ്യമായിരിക്കുന്ന കുടുംബജീവിതം സംബന്ധിച്ച്, വ്യക്തിപരമായ ജീവിതം സംബന്ധിച്ച്, ഒരു മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു സമഗ്ര ചിത്രം നമുക്ക് ഈ പുസ്തകത്തിൽ കാണാവുന്നതാണ്. ആധികാരികമായ ഒരു ഗ്രന്ഥം. ഇതൊരു മതഗ്രന്ഥമല്ല, പക്ഷെ ഒരു മാർഗത്തെ സംബന്ധിച്ചാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒരു മതഗ്രന്ഥം എന്ന ഈ പുസ്തകത്തെ വിളിച്ചുകൂടാ. കാരണം ഇതൊരു മതത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല, കാരണം ഇതൊരു മാർഗത്തെ സപ്പോർട്ട് ചെയ്യുകയാണ്. എന്താണ് ഈ മാർഗം? ഈ മാർഗം സർവ്വലോകത്തിൻ്റെയും രക്ഷയ്ക്കായി ഈ ഭൂമിയിൽ പാർക്കുന്ന സകല മനുഷ്യന്റെയും ജീവന്റെ രക്ഷയ്ക്ക്, അവന്റെ പാപത്തിൽ നിന്ന് അവനെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്ന് അവന് സമാധാനവും നിത്യജീവനും പ്രദാനം ചെയ്യാൻ ഉതകുന്ന ഏക ഗ്രന്ഥം. ഈ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യവർഗത്തിന് ദൈവം സമ്മാനിച്ച ഏറ്റവും മഹൽ ഗ്രന്ഥമാകുന്നു ദൈവത്തിന്റെ വചനം എന്ന ഈ സത്യവേദ ഗ്രന്ഥം. ഈ സത്യവേദ ഗ്രന്ഥത്തിലെ ചില മുഖ്യമായ ചില വിഷയങ്ങൾ പറയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. നമുക്ക് ഈ പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ തിമോത്തിയോസ് എഴുതിയ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിടെ സാക്ഷ്യം പറയുന്നു. എന്താണ് ക്രിസ്തു യേശു ഇവിടെ ഭൂമിയിൽ വന്നത്? അതിന്റെ പർപ്പസ് ബിഹൈൻഡ്, യേശു ഭൂമിയിൽ വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? പാപികളെ രക്ഷിക്കുക എന്നുള്ളതാണ്. പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ഫാക്റ്റാണ്, ഒരു സാർവത്രികമായ സത്യം. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യവർഗത്തെ രക്ഷിപ്പാനായി വന്നു എന്നുള്ളത് ഒരു സാർവത്രിക സത്യമാണ്. സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് ഞാൻ ഉറക്കെ പറയുമ്പോൾ ആർക്കെങ്കിലും അതിനെ നിഷേധിക്കാനാകുമോ?
Praise the Lord. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നുള്ളത് ഒരു സാർവത്രിക സത്യമാണ്. ആർക്കെങ്കിലും അതിനെ നിഷേധിക്കാനാകുമോ? ആർക്കും സാധ്യമല്ല. അതൊരു തുറന്ന സത്യമാണ്. ഇതുപോലെ തന്നെയാണ് യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത്. വിശ്വാസ്യം. ആർക്ക് വിശ്വാസ്യം? എല്ലാവർക്കും വിശ്വാസ്യം. ആർക്കും നിഷേധിക്കാനാവാത്ത, ആർക്കും നിരാകരിക്കാനാകാത്ത, ആർക്കും ഒരു നിഷേധാത്മകമായ മനോഭാവമില്ലാത്ത നിലയിൽ ഇത് വിശ്വസനീയമായിരിക്കുന്ന ഒരു പരമസത്യമാണെന്ന് ദൈവം തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി മനുഷ്യന്റെ സ്ഥിതി നോക്കാം. മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ, ഇന്നത്തെ മനുഷ്യന്റെ സാഹചര്യം, ഇന്നത്തെ മനുഷ്യന്റെ ജീവിത ക്രമം എന്താണ്? ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് കൊള്ളരുതാത്തവരായി തീർന്നു. എല്ലാവരും കൊള്ളരുതാത്തവരായി തീർന്നു. ആര് പറയുന്നു? ഞാൻ പറഞ്ഞതല്ല, എൻ്റെ ബഹുമാനപ്പെട്ട കർത്തൃദാസന്മാർ പറഞ്ഞതല്ല, അത്യുന്നത മഹാദൈവം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് കൊള്ളരുതാത്തവരായി തീർന്നു. പക്ഷേ ദൈവം കൊള്ളരുതാത്തവരെയാണോ സൃഷ്ടിച്ചത്? കൊള്ളരുതാത്ത ഒരു കൂട്ടം ആളുകളെയാണോ ദൈവം സൃഷ്ടിച്ചത്? ഒരിക്കലുമല്ല. ദൈവം ചീത്തതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ദൈവം നല്ലവനായിട്ട് ഒരു നല്ല സൽസ്വഭാവിയായ രണ്ട് പേരെയാണ് ദൈവം ആദ്യം സൃഷ്ടിച്ചത്. ഉത്തമ സ്വഭാവമുള്ള ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചു. പക്ഷെ പിന്നീട് ഇവർ രണ്ടുപേരും മോശക്കാരായി മാറിയതാണ്. പിന്നീട് അവർ ഇരുവരും ചീത്ത സ്വഭാവമുള്ളവരുമായി മാറിയതാണ്. ദൈവത്തെ അനുസരിക്കാത്തവരായി മാറി. ദൈവത്തെ അന്വേഷിക്കാൻ കൂട്ടാക്കാത്തവരുമായി അവർ മാറി. ദൈവത്തെ തിരസ്കരിക്കുന്നവരായി, ദൈവത്തെ നിഷേധിക്കുന്നവരായി അവർ മാറി. പ്രൈസ് ദി ലോർഡ്. അത് ഇന്നും തുടരുകയാണ്. ഒരു വ്യത്യാസവുമില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് കൊള്ളരുതാത്തവരായി തീർന്നു എന്നുള്ള ദൈവിക സത്യം. എന്താണ് ഈ പാപം? പാപം എന്നുള്ള വാക്ക് നാം വളരെ വളരെ കേൾക്കുന്ന ഒരു വാക്കാണ്. പാപം. പാപത്തിൻ്റെ നിർവചനം എന്താണ്? എന്താണ് ഈ പാപം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാപം എന്നുള്ള വാക്ക് അല്ലെങ്കിൽ സിൻ, എന്താണ് ഈ പാപം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാപം എന്ന് പറഞ്ഞാൽ അത് ലംഘനമാണ്. എന്ത് ലംഘിക്കുന്നു? ദൈവ നിയമത്തെ ലംഘിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ, ഒരു വേട്ടക്കാരൻ തൻ്റെ തോക്കുമായിട്ട് അല്ലെങ്കിൽ അമ്പും വില്ലുമായിട്ട് വനത്തിലേക്ക് വേട്ടയാടാൻ പോയി. ഒരു മാനിനെ ഉന്നം വെച്ച് നിൽക്കുകയാണ്. തൻ്റെ അമ്പും വില്ലും ഉപയോഗിച്ച് ഒരു മാനിനെ അമ്പ് ചെയ്യാൻ ഇങ്ങനെ തയ്യാറായി നിന്നു. തൻ്റെ വില്ലിൽ നിന്ന് അമ്പ് പുറപ്പെട്ടു. പക്ഷെ ഒരു സെക്കൻഡ് കൊണ്ട് ലക്ഷ്യം തെറ്റി. പ്രൈസ് ദി ലോർഡ്. ഒരു സെക്കൻഡ് കൊണ്ട് തൻ്റെ വില്ലിൻ്റെ ഭാഗത്തു നിന്ന് പുറപ്പെട്ട അമ്പ് ലക്ഷ്യം തെറ്റി. മാനിനെ ഉന്നം വെച്ചു. പക്ഷെ മാനിന്റെ മേൽ കൊണ്ടില്ല. ചെന്ന് തറച്ചത് ഒരു മരത്തേനാണ്. അവൻ ഉറക്കം വിളിച്ചു പറഞ്ഞു, ലക്ഷ്യം തെറ്റി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ലക്ഷ്യം തെറ്റിയിരിക്കുന്നു. മനുഷ്യന്റെ മുഴുവൻ മനുഷ്യന്റെയും ലക്ഷ്യം തെറ്റി. എങ്ങനെ തെറ്റി? ദൈവത്തെ അന്വേഷിക്കേണ്ട മനുഷ്യൻ, ദൈവത്തെ അനുസരിക്കേണ്ട മനുഷ്യൻ, ദൈവത്തെ അനുസരിക്കാൻ ബാധ്യതയുള്ള മനുഷ്യൻ. കാരണം എൻ്റെ സൃഷ്ടാവാണ് എൻ്റെ ദൈവം. എന്നെ സൃഷ്ടിച്ചു ജ്ഞാനവും ബുദ്ധിയുമുള്ളവനായി, വിവേകമുള്ളവനായി. മൃഗങ്ങളെ പോലെ അല്ല ദൈവം എന്നെ സൃഷ്ടിച്ചത്. മൃഗത്തിന് വിവേകമില്ല, മൃഗത്തിന് യുക്തിയില്ല, മൃഗത്തിന് ബുദ്ധിശൂന്യതയുണ്ട്. പക്ഷേ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ബുദ്ധി, യുക്തി, വിവേകം, മറ്റു തരത്തിലുള്ളതായിരിക്കുന്ന കൗശലം, ഇതെല്ലാം കൂടെയുള്ള ഒരു 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 വസ്തുവാണ് മനുഷ്യൻ. ചിന്തിക്കാൻ ചിന്താബോധമുണ്ട്. യുക്തി കൊണ്ട് ചിന്തിക്കാൻ സാധിക്കും. ദൈവം ഏതാണ്? ദൈവം ഏതല്ല? എന്താണ് ദൈവം? എന്ത് ദൈവം അല്ല? ദൈവത്തിൻ്റെ വചനം എന്താണ്? ദൈവത്തിൻ്റെ വചനം അല്ലാത്തത് എന്താണ്?
ഈ ലോകത്തിൽ ജീവനുള്ള ദൈവം ഏതാണ്, ജീവൻ ഇല്ലാത്ത ദൈവം ഏതാണ് എന്ന് അറിയാൻ, അന്വേഷിക്കാൻ ദൈവം നമുക്ക് വിശേഷ ബുദ്ധി തന്നിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ദാനമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വിശേഷ ബുദ്ധി തന്ന് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യ, പാപത്തിൽ ആയിരിക്കുന്ന മനുഷ്യൻ, പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്ന, പാപ സ്വഭാവത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന മനുഷ്യൻ എന്തു ചെയ്യണം? അവന് തന്നിരിക്കുന്ന വിശേഷ ബുദ്ധി ഉപയോഗിച്ച് പാപ ജീവിതത്തോട് എന്നേക്കുമായി വിട പറഞ്ഞ് ജീവനുള്ള സത്യദൈവത്തേക്ക് തിരിയണമെന്നുള്ളതാണ് ദൈവത്തിന്, പ്രിയ സ്നേഹിത, നിന്നെക്കുറിച്ചുള്ളതായ ദൈവ ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. പാപത്തിൻ്റെ വഴികൾ വിട്ടുമാറണം. പക്ഷേ നമുക്ക് തോന്നും, എന്താ ഈ പാപത്തെക്കുറിച്ച് ഇങ്ങനെ വാചാലമായി പറയുന്നത്? നമുക്ക് നോക്ക്, നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ എണ്ണം പിന്നെയും പിന്നെയും ഗവൺമെൻറ് കൂട്ടുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? കോടതികളുടെ എണ്ണം പിന്നെയും പിന്നെയും കൂട്ടുന്നു. വനിതാ കോടതികളുടെ എണ്ണം പിന്നെയും പിന്നെയും കൂട്ടുന്നു. പോലീസ് സേനയുടെ എണ്ണം പിന്നെയും പിന്നെയും കൂട്ടുന്നു. വനിതാ പോലീസ്, പുരുഷ പോലീസ് എന്നിവരുടെയൊക്കെ എണ്ണം പിന്നെയും പിന്നെയും കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇതൊക്കെ എന്ത് വിളിച്ചു പറയുന്നു? കുറ്റവാളികളുടെ എണ്ണം കൂടുകയാണെന്നല്ലേ ഇത് വിളിച്ചു പറയുന്നത്? കുറ്റവാളികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഇനി മറ്റൊരു ഭാഗം, ചില കമ്പനികൾ, ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികൾ ഏറ്റവും അധികം ലിവറുള്ള പൂട്ടും താക്കോലും ഉണ്ടാക്കി വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്നു. അധികം ലിവറുള്ള, എത്രയൊക്കെ നോക്കിയാലും തുറക്കാൻ ആകാത്ത അതിശക്തിയുള്ള കരുത്തുള്ള ലോക്കുകൾ ഉണ്ടാക്കി മാർക്കറ്റിൽ എത്തിക്കുന്നു. ലേസർ രശ്മി കൊണ്ട് തുറക്കാവുന്ന ഗേറ്റുകളുണ്ട്. വളരെ ദൂരെ ഇരുന്ന് പൂട്ടാവുന്ന ഗേറ്റുകൾ. ഇതൊക്കെ എന്തിനെ കാണിക്കുന്നു? ഇവിടെ കുറ്റകൃത്യങ്ങൾ പെരുകുന്നു, കുറ്റവാസന പെരുകുന്നു, മനുഷ്യരിൽ കുറ്റവാസന പെരുകുന്നു. ചെറിയ കുട്ടികൾ മുതൽ കുറ്റവാസന പെരുകുന്നുണ്ട്, കുറ്റകൃത്യങ്ങൾ പെരുകുന്നു. ചെറിയ കുട്ടികൾ മറ്റ് കുട്ടികളെ പുഴയെ തള്ളിക്കളഞ്ഞ് കൊല്ലുന്ന കാര്യമൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. അതാ പോട്ടെ. ഇതൊക്കെ എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യനിലെ പാപത്തിൻ്റെ ശക്തി കൂടി കൂടി വരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഈ പാപത്തിൻ്റെ ശക്തി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല മാർഗവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അതിനൊരു മാർഗം നമുക്കുള്ളത് സത്യവേദ ഗ്രന്ഥത്തിലാണ്. ഈ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് പുറത്തു വരാൻ ഈ പാപത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് മദ്യപാനം. അതിൻ്റെ ഒരു സംഭാവനയാണ്, പാപം നമുക്ക് നൽകിയ ഒരു സംഭാവനയാണ് മദ്യപാനം, പുകവലി, ലഹരി വസ്തുക്കൾ, LSD, മാരിജുവാന, അതുപോലെ ഗഞ്ചാവ്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന നൂറ് തരത്തിലുള്ളതായിരിക്കുന്ന ലഹരി വസ്തുക്കൾ ഇന്ന് മാർക്കറ്റിൽ സുലഭം. പ്രൈസ് ദി ലോർഡ്. 1 ഗ്രാമിന് 1,00,000 രൂപ വിലയുള്ള മാരകമായിരിക്കുന്ന ലഹരി വസ്തുക്കൾ ഇന്ന് മാർക്കറ്റിൽ സുലഭം. ഇതൊക്കെ കച്ചവടം ചെയ്യുന്നതും ഇതൊക്കെ വ്യാപാരം ചെയ്യുന്നതുമൊക്കെ കലാലയത്തിലെ വിദ്യാർത്ഥികളാണെന്നുള്ള കാര്യം പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? പക്ഷേ വാസ്തവത്തിൽ അത് ശരിയാണ്. കലാലയ വിദ്യാർത്ഥികളെ പലരെയും ഇതിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം പേപ്പറിൽ കൂടെ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ആകട്ടെ, അപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആസക്തിയിൽ നിന്ന്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന മനുഷ്യനെ കാർന്നു തിന്നുന്ന ഈ ക്യാൻസർ പോലെ പടർന്നു പിടിക്കുന്ന ഈ മാരകമായിരിക്കുന്ന ലഹരി വസ്തുക്കളുടെ കഠിനമായ ഉപഭോഗത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ഈ സത്യവേദത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. സത്യവചനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു മനുഷ്യനും സ്വന്തം ശക്തി കൊണ്ട് തന്നെ തന്നെ രക്ഷിക്കാൻ സാധിക്കത്തില്ല. തന്നെ തന്നെ രക്ഷിക്കാൻ ഒരു മനുഷ്യനും സ്വയം സാധിക്കത്തില്ല. ഒരു മനുഷ്യനും തന്നെത്താൻ നന്നാവാൻ സാധിക്കത്തില്ല, തന്നെത്താൻ രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല. ഒരു കസേരയിൽ ഒരു വ്യക്തി ഇരുന്നു കൊണ്ട് തന്നെ തന്നെ കസേര പിടിച്ച് ഉയർത്താൻ പറ്റുമോ?
രണ്ടാമത് പുറത്തുനിന്ന് ഒരാൾ വന്നെങ്കിൽ ആ കസേരയെയും കസേരയിൽ ഇരിക്കുന്നയാളെയും ഉയർത്താൻ ആകൂ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒരു മനുഷ്യനും സ്വയം രക്ഷപ്പെടാൻ കഴിയുന്നതല്ല. എത്ര വിദ്യാഭ്യാസം കൊണ്ടും എത്ര പണം കൊണ്ടും എത്ര സ്വാധീനം കൊണ്ടും ഒരു മനുഷ്യനും താൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വരാൻ കഴിയുന്നതല്ല. അതിന് പുറമേ നിന്ന് ഒരാൾ വരേണ്ടതുണ്ട്. ആ പുറമേ നിന്ന് വന്ന ആളാണ് സാക്ഷാൽ രക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തു. ഞാൻ ആദ്യം ഇവിടെ പ്രസ്താവിച്ചതുപോലെ ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആര്? യേശു ക്രിസ്തു എന്ന രക്ഷകൻ. അവനിൽ കൂടെയാണ് ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ ദൈവത്തിന് പ്രസാദമായത്. കൊരിന്ത് സഭയ്ക്ക് പൗലോസ് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട്, ഓർക്കണം, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ മനുഷ്യനെ രക്ഷിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. എങ്ങനെ രക്ഷിക്കാനെന്നാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്? വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ. ഈ പ്രസംഗം ഒരു ഭോഷത്വമാണ്. ആർക്കാ ഭോഷത്വം? ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവശക്തിയാണ്. ആ അർത്ഥത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. തത്വശാസ്ത്രത്തിൽ തത്വജ്ഞാനത്തിൽ PhD എടുത്ത ഒരു വ്യക്തിക്കും യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയെ സംബന്ധിച്ച് യഥാർത്ഥമായ ഒരു അറിവ് ലഭിച്ചോണമെന്ന് ഒരു നിർബന്ധവുമില്ല. വിദ്യാഭ്യാസത്തിൻ്റെ ആധിക്യം കൊണ്ട് വിദേശത്ത് പോയി ഉയർന്ന വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യൻ വന്നിട്ട് യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ സമ്പാദിക്കാൻ അയാൾക്ക് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഒരു ജ്ഞാനം കൊണ്ട് സാധിക്കാവുന്നതല്ല യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ. സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലും ഈ രക്ഷ നേടാവുന്നതല്ല. സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല ആത്മരക്ഷ എന്നുള്ളത്. നേർച്ച കാഴ്ചകൾ കൊണ്ടോ വഴിപാടുകൾ കൊണ്ടോ തീർത്ഥാടനം കൊണ്ടോ മറ്റോ നേടാവുന്ന ഒന്നല്ല ആത്മരക്ഷ എന്നുള്ള കാര്യം ഞങ്ങൾ ഉറക്കെ പ്രസ്താവിക്കട്ടെ. പിന്നെ രക്ഷ എങ്ങനെയാണ്? രക്ഷ വിശ്വാസത്താൽ പ്രാപിക്കാവുന്നതാണ്. ആത്മരക്ഷ എന്നുള്ളത് വിശ്വാസത്താൽ. അപ്പോൾ ഈ വിശ്വാസത്താലുള്ള രക്ഷയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞപ്പോൾ, ഇങ്ങനെ രക്ഷ പ്രാപിച്ച ആരെങ്കിലും ബൈബിളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു. അല്ലെങ്കിൽ പക്ഷേ നിങ്ങളുടെ ചിന്തയിലുണ്ടാകാം, ഇങ്ങനെ രക്ഷപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ? വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ച ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. എത്ര പേരെ വേണമെങ്കിലും എടുത്ത് നിങ്ങളുടെ മുമ്പിൽ നിരത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കും. ഓർക്കുക, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, അതായത് പുതിയ നിയമത്തിലെ 5-ാമത്തെ പുസ്തകമായിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, സഭാചരിത്രം, നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ ഇവിടെ സഭ രൂപവൽക്കരിക്കപ്പെട്ടു. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ രൂപവൽക്കരിക്കപ്പെട്ടതാണ് ദൈവത്തിൻ്റെ സാർവത്രിക സഭ. ആ സഭയുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, അതായത് പ്രവൃത്തികളുടെ പുസ്തകം എന്ന് ഉള്ള ആ മകൾ ഗ്രന്ഥം. അതിൽ 8-ാമത്തെ അധ്യായം, അതിലെ ഒരു സംഭവം എനിക്ക് പറയാൻ താല്പര്യമുണ്ട്. 8-ാമത്തെ അധ്യായവും 9-ാമത്തെ അധ്യായവും 10-ാമത്തെ അധ്യായവും, അതായത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8, 9, 10 എന്നീ അധ്യായങ്ങളിലെ 3 സമുന്നതരായ വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തി ഈ ഭാഗം അവസാനിപ്പിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നിങ്ങളുടെ പ്രത്യേകമായിരിക്കുന്ന സഹകരണവും നിങ്ങളുടെ ശ്രദ്ധയും ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷവും ബഹുമാനവും ഈ ദേശത്തുള്ളവരോട് ഞങ്ങൾക്ക് ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാമത്തെ അധ്യായം. എത്യോപ്യയിലെ രാജ്ഞി, ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് എത്യോപ്യ എന്ന് നമുക്കറിയാം. ആ രാജ്യത്ത് ആ കാലത്ത്
ഒരു 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 വനിത ആണ് അന്ന് ഭരിച്ചിരുന്നത്. ഒരു വനിത, അവരുടെ പേര് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കന്തക്ക എന്നു പേരുള്ള ഒരു വനിത, ഒരു മകൾ വനിതയാണ് ആ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ധനകാര്യമന്ത്രി, അല്ലെങ്കിൽ ഇത് എക്സ്ചക്കർ, ഫൈനാൻസ് എക്സ്ചക്കർ എന്ന് പറയും, സാമ്പത്തിക കാര്യങ്ങളിൽ വിദഗ്ധനായൊരു മനുഷ്യനാണ് ഒരു ഷണ്ണൻ എന്നുള്ള അവൻ്റെ പേരല്ല, മറ്റൊരു തരത്തിൽ അവനെ വിളിക്കുന്നത് ഷണ്ണൻ എന്നാണ്. അവൻ്റെ ഹൃദയത്തിനൊരു താല്പര്യമുണ്ടായി. അവൻ്റെ ഹൃദയത്തിനൊരു താല്പര്യം. എന്താ താല്പര്യം? സത്യദൈവത്തെ ഒന്ന് അന്വേഷിക്കാൻ ഇസ്രായേലിൽ പോകണം. ഇതാ അവൻ്റെ ഉള്ളിലെ. ആ നാട്ടിൽ വേണ്ടത്ര ദൈവങ്ങളുണ്ട്. എത്യോപ്യയിൽ വേണ്ട അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദൈവത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ പരിചയമാണ്. ഒരുപാട് ദേവന്മാർ ആ നാട്ടിലുണ്ട്. ഒരുപാട് വിശ്വാസ പ്രമാണങ്ങൾ എത്യോപ്യയിലുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ നാട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ, ഒരു വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ, അതീവ വിദ്യാഭ്യാസമുള്ള സാമ്പത്തിക വിദഗ്ധനായ, സാമ്പത്തിക വിദഗ്ധനായ ഒരു ഷണ്ണൻ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ചിന്ത ജീവനുള്ള സത്യദൈവത്തെ, അതായത് ഇസ്രായേലിൽ പോയി അവിടുത്തെ ദൈവത്തെ ഒന്ന് അറിയാൻ, അന്വേഷിക്കാൻ, അവനെ ഒരു ആരാധിക്കണമെന്ന് ഒരു വലിയ ആവൽ അവൻ്റെ ഉള്ളിലുണ്ടായി. അങ്ങനെ മുമ്പോട്ട് പോകുകയല്ല, അവനത് നടപ്പിൽ വരുത്താൻ തീരുമാനിച്ചു. അവൻ്റെ ബോസിനോട്, അതായത് അവിടുത്തെ റാണിയോട്, കന്തക്ക റാണിയോട് ചോദിച്ചു, എനിക്ക് അനുവാദം തരണം, എനിക്ക് ഇസ്രായേലിൽ പോയി അവിടെ സത്യദൈവമുണ്ട്, ഈ പ്രപഞ്ചത്തിൻ്റെ ഉടയവനും ഉടമസ്ഥനുമായിരിക്കുന്ന ജീവനുള്ള സത്യദൈവം അവിടെയുണ്ട്, അവിടെ അവനെ ആരാധിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ പോയി എൻ്റെ ദൈവത്തെ എനിക്കൊന്ന് ആരാധിക്കണം. അപ്പോൾ ഇവിടെയുള്ള ദൈവങ്ങളെയോ? അല്ല, എനിക്ക് ആ ദൈവത്തെ അന്വേഷിക്കണം. ഇവിടെ വേണ്ടത്തോളം ദൈവം ഉണ്ടല്ലോ. അല്ല, അവൻ പറഞ്ഞു, എനിക്ക് ആ സത്യദൈവത്തെ, പ്രപഞ്ചത്തിൻ്റെ ഭൂമിയുടെ സൃഷ്ടാവായ മഹാദൈവത്തെ എനിക്കൊന്ന് അറിയണം, മാത്രമല്ല എനിക്ക് അവനെ ആരാധിക്കണം. എൻ്റെ മനസ്സിൽ ഒരു സ്വസ്ഥതയുമില്ല. പക്ഷേ നോക്ക്, എന്താ അസ്വസ്ഥതയ്ക്ക് കാരണം? എന്താ? അവന് ശമ്പളമില്ലേ? ഉയർന്ന ശമ്പളം വാങ്ങിക്കുന്ന ആളാണ്. അവന് രാജ്യത്ത് ഏറ്റവും കനത്ത ശമ്പളം വാങ്ങിക്കുന്നവൻ. അവനൊരു തൊഴിൽ ഭീഷണി ഇല്ല, ഒരു പിരിച്ചുവിടൽ ഭീഷണി അവനില്ല. ഏറ്റവും പെർമനന്റ് കേഡറിൽ അവൻ ജോലി ചെയ്യുന്നു. അവൻ അവിടുത്തെ ഒരു സാമ്പത്തിക വിദഗ്ധൻ. ഒരു തരത്തിലും അവന് പ്രശ്നമില്ല അവൻ്റെ തൊഴിലിന്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവൻ്റെ മനസ്സിന് സ്വസ്ഥതയില്ല. എന്താ സ്വസ്ഥത കുറവ്? ദൈവത്തെ എനിക്ക് അറിയണം. ഏത് ദൈവത്തെ? ജീവനുള്ള ദൈവത്തെ എനിക്ക് അറിയണം. അറിഞ്ഞാൽ പോരാ, എനിക്കവനെ ആരാധിക്കാൻ പോകണം, എനിക്കവനെ അന്വേഷിക്കാൻ പോകണം. അതിനുള്ള അനുവാദം റാണി നിഷ്പ്രയാസം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. റാണിയുടെ അനുവാദത്തോടെ വേണ്ട പരിവാര സമേതം അതിനുള്ള രാജകീയ രഥങ്ങൾ, അതിനുള്ള മറ്റ് ആനുകൂല്യങ്ങൾ കൊടുത്ത് ഇതാ റാണി അവനെ അയക്കുന്നു. എങ്ങോട്ട്? യെരുശലേമിലേക്ക്. യെരുശലേമിൽ പോയി സത്യദൈവത്തെ ആരാധിച്ച് മടങ്ങി വരുന്ന വഴിക്ക് അവൻ അവിടെ നിന്ന്, യെരുശലേമിൽ നിന്ന് ഒരു സത്യവേദ ഗ്രന്ഥത്തിൻ്റെ ഒരു കോപ്പി അവൻ വാങ്ങിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിന് പണം കൊടുത്ത്, പണം കെട്ടി ഒരു ഗ്രന്ഥം അവൻ വാങ്ങിച്ചു. അവൻ മടങ്ങി വരുന്ന വഴിക്ക് ആ ഗ്രന്ഥം വായിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. രഥത്തിലിരുന്ന് പുസ്തകം വായിക്കുന്ന ഒരു മനുഷ്യൻ. എങ്ങനെയുള്ളയാൾ? ഒരു സത്യസന്ധനായ മനുഷ്യൻ, ഒരു ആത്മചിന്തയുള്ള മനുഷ്യൻ, ഒരു ആത്മികൻ. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ ഒരു 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 വൃഥാവാണെന്നോ അതൊക്കെ പ്രയോജനരഹിതമാണെന്നോ ആ മനുഷ്യൻ ചിന്തിക്കുന്നില്ല. ആ ദൈവത്തെ എനിക്ക് അറിയണം. വേണ്ട വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്, ഓർക്കണം. വേണ്ട ഉയർന്ന വിദ്യാഭ്യാസമുള്ളയാൾ, സാമ്പത്തിക വിദഗ്ധൻ എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അത് സംബന്ധിച്ചുള്ള സപ്ലിമെൻ്ററി ആയിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസവും അവന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ ഗ്രന്ഥം പരിശോധിക്കുക. അവൻ അവിടുന്ന് വിലയ്ക്ക് വാങ്ങിയ പുസ്തകം വായിക്കുന്നു. രഥത്തിലിരുന്ന പുസ്തകം വായിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു. അത്ര ആത്മിക ചിന്തയുള്ള, അത്ര ആത്മിക പരിവേഷമുള്ള ഒരു മനുഷ്യൻ. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് മനസ്സിലായി, ഇതിലെ കാര്യങ്ങൾ എനിക്ക് വീണ്ടും പോലെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വേണ്ട വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇതിലെ സത്യങ്ങൾ വീണ്ടും പോലെ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കാതെ പോരുന്നു. പ്രൈസ് ദി ലോർഡ്. അവനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനത്തെ വായിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്ന് വരികിൽ അതിനുള്ള ക്രമീകരണം ദൈവത്തിൻ്റെ പക്കലുണ്ട്. ദൈവം ഇത് സംബന്ധിച്ച് അറിവുള്ള ഒരു മനുഷ്യനെ ദൈവം തത്സമയം അവൻ്റെ അടുക്കലേക്ക് അയച്ചു. ദൈവവചനം വ്യാഖ്യാനിച്ച് പഠിപ്പിക്കാൻ കഴിവുള്ള മനുഷ്യനെ, എന്തെങ്കിലും പറയുന്ന ഒരാളല്ല.
ദൈവവചനത്തെ സംബന്ധിച്ച് ആധികാരികമായി അതിനെ വ്യാഖ്യാനിച്ച് അതിനെ വേണ്ടും പോലെ പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വത്തെ ദൈവം അവൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നു. അവൻ്റെ പേര് ഫിലിപ്പോസ്. നിങ്ങൾ വായിക്കണം. ഞങ്ങൾ ഈ പുസ്തകം ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 8-ാമത്തെ അധ്യായം. അവൻ ഫിലിപ്പോസിനെ ദൈവം അയച്ചു. ഫിലിപ്പോസ് അവൻ്റെ അടുക്കൽ എത്തിച്ചേർന്നു. അവൻ യാത്ര ചെയ്യുന്ന രഥത്തിൻ്റെ പിന്നാലെ അവൻ വരികയാണ്. അവന് മനസ്സിലായി ഷണ്ണൻ രഥത്തിനകത്തിരുന്ന് ഉറക്കെ വായിക്കുക. ഉറക്കെ ദൈവത്തിന്റെ വചനം വായിക്കുന്നു. ഈ സത്യവേദ ഗ്രന്ഥം എവിടെയും ഉറക്കെ വായിക്കാവുന്നത്, ആരെയും വായിച്ച് കേൾപ്പിക്കേണ്ടത്, ആരും അറിയേണ്ട സത്യം, ആരും അറിയേണ്ട, അംഗീകരിക്കേണ്ട, അനുസരിക്കേണ്ടതായിരിക്കുന്ന ദൈവിക സത്യങ്ങളുടെ ഒരു സമാഹാരമാണ് സത്യവേദ ഗ്രന്ഥം. പ്രൈസലോ. അവൻ ഉറക്കെ വായിക്കുക. ഇത് പുറത്തു നിന്ന ഫിലിപ്പോസ് കേട്ടു. അവൻ വിളിച്ചു ചോദിച്ചു, സാറേ, നീ വായിക്കുന്നതൊക്കെ നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രൈസലോ. അവൻ പറഞ്ഞു, മനസ്സിലാകുന്നില്ല. അവനുള്ള കാര്യം പറഞ്ഞു. ചിലര് മനസ്സിലായില്ലെങ്കിലും മനസ്സിലായി എന്ന് പറയുന്നവരുണ്ട്. ഒന്നും ഗ്രേസി കാണത്തില്ല, എങ്കിലും അവർ പറയാം എനിക്കെല്ലാം മനസ്സിലായത്. അവനൊരു സത്യസന്ധനായ മനുഷ്യനായതുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നില്ല. അവന് മനസ്സിലായി ഈ വ്യക്തിക്ക് ഇത് സംബന്ധിച്ച് അറിയാവുന്ന പാണ്ഡിത്യമുള്ളൊരു മനുഷ്യനാണെന്ന് മനസ്സിലായപ്പോൾ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. ദയവായി യജമാനെ, നീ അകത്ത് കയറി വാ. അവൻ അകത്ത് കയറി ചെന്നു. അവിടെ ഇരുന്ന് പഠിപ്പിക്കലായി. വളരെയധികം മൈലുകൾ ആ വണ്ടി നീങ്ങി. ഈ യാത്രയിലൊക്കെ ഫിലിപ്പോസ് അവനെ ശരിയായ നിലയിൽ, ശരിയായ വ്യവസ്ഥയനുസരിച്ച് ദൈവിക സത്യങ്ങളെ ശരിയായി സുവ്യക്തമായി പഠിപ്പിച്ചു. പ്രൈസലോ. ആ പോന്ന വഴിക്ക് ഇതാ അവൻ രഥത്തിന്റെ വെന്റിലേഷനിൽ കൂടെ പുറത്തോട്ട് നോക്കിയപ്പോൾ ഒരു തടാകം. അവൻ ഫിലിപ്പോസോട് ചോദിക്കുന്നു, ഫിലിപ്പോസേ, ഒരു കാര്യം ചോദിക്കുന്നില്ല, ഒന്നും തോന്നരുത്. ഇവിടെ ഇതാ നല്ല ജലാശയം, ഇവിടെ വളരെ വെള്ളമുണ്ട്, എന്നെ ഒന്ന് സ്നാനപ്പെടുത്താമോ? പ്രൈസലോ. അവൻ പ്രയാസം എന്താ? നീ വിശ്വസിക്കുന്നെങ്കിലാകാം. അപ്പോൾ വിശ്വസിക്കണം. നീ വിശ്വസിക്കുന്ന പക്ഷം എന്ത് വിശ്വസിക്കണം? യേശു ജീവനുള്ള ദൈവമെന്ന്, യേശു ജീവനുള്ള രക്ഷകനെന്ന്, നീ മാത്രം ദൈവമെന്ന്, നീ മാത്രം വീണ്ടെടുപ്പുകാരനെന്ന്, നീ മാത്രം എന്നെ വ്യത്യാസപ്പെടുത്താൻ, എൻ്റെ ജീവിതഗതികളെ, എൻ്റെ ജീവിത ശൈലിയെ, എൻ്റെ ചിന്താഗതിയെ, എൻ്റെ മനോഭാവത്തെ, എൻ്റെ ജീവിത ചക്രത്തെ സമ്പൂർണ്ണമായി മാറ്റാൻ കഴിയുന്നവൻ നീ മാത്രം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, എന്നാൽ തേര് നിർത്തി. ഇരുവരും വെള്ളത്തിലിറങ്ങി. ഫിലിപ്പോസ് അവനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവിടെ സ്നാനം ഏൽപ്പിക്കുന്നു. രണ്ടുപേരും കയറി. അവരെ രഥത്തിലേക്ക് വരുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് ഫിലിപ്പോസിനെ ദൈവാത്മാവ് എടുത്തുകൊണ്ടുപോയത്. നോക്ക്, ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര അത്ഭുതകരമാണെന്ന് നോക്ക്. ഒരു പ്രവർത്തിക്കുന്ന ദൈവം, തലസമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം, ഏത് വ്യക്തിയെയും വീക്ഷിക്കുന്ന, ശ്രദ്ധിക്കുന്ന. ദൈവാത്മാവിനെ എടുത്തുകൊണ്ട് പോയി. ഷണ്ണന് ഒരു നിരാശയുണ്ടായില്ല. അവിടെ നമുക്ക് വായിക്കുന്നത് ഷണ്ണൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയെന്ന്. പ്രൈസലോ. അപ്പൊ ഇതുവരെ അവന് സങ്കടമായിരുന്നോ? ഇതുവരെ അവന് ദുഃഖമായിരുന്നോ? ഏറെക്കുറെ അങ്ങനെ തന്നെ. പിന്നെ എപ്പോഴാണ് സന്തോഷം ഉണ്ടായത്? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനുസരണത്തിൽ. ദൈവവചനം അനുസരിക്കാൻ ആരംഭിച്ചപ്പോൾ ഇതുവരെ സമ്പത്തുണ്ടായിരുന്നു, ഉയർന്ന ഉദ്യോഗമുണ്ട്. പ്രൈസലോ. അതുപോലെ തന്നെ അവന് ഉയർന്ന ഫസ്റ്റ് കേഡറിൽ ഉള്ള ഉദ്യോഗസ്ഥൻ. പ്രൈസലോ. ഇതൊന്നും അവന് സന്തോഷം കൊടുത്തില്ല, ഇതൊന്നും അവനെ ആനന്ദിപ്പിച്ചില്ല, ഇതൊന്നും അവന് വേണ്ട സന്തോഷം പ്രദാനം ചെയ്തില്ല. പിന്നെ എപ്പോൾ സന്തോഷിച്ചു? കർത്താവിൻ്റെ വചനത്തിന് വിധേയപ്പെട്ടപ്പോൾ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ, ദൈവവചനം അനുസരിച്ചപ്പോൾ, ദൈവത്തെ അംഗീകരിച്ചപ്പോൾ, യേശുക്രിസ്തുവിനെ രാജാവായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടായ സന്തോഷത്തിന് അളവില്ല. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതന്മാരെ, യുവാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അസ്വസ്ഥരായി ജീവിക്കേണ്ടവരല്ല, അതിനുവേണ്ടി വിധിക്കപ്പെട്ടവരല്ല. ഈ വ്യർത്ഥമായ സമ്പ്രദായങ്ങളും ഈ വ്യർത്ഥമായ ജീവിത ശൈലികളും ചീത്ത ചില ബാലിശമായ ചില
കുഴപ്പങ്ങളും ചില ബാലിശമായ പരിചയങ്ങളും എല്ലാം വിട്ട് ഇവയൊക്കെ നീക്കിവെച്ച് ഇതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്ന് ഞങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ നാമം ചൊല്ലി ഞങ്ങൾ പ്രബോധിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിൽ നിന്നൊരു വിടുതൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഒരു സന്തോഷകരമായ ജീവിതം ആവശ്യമുണ്ട്. എൻ്റെ പ്രിയ സ്നേഹിത, നിനക്ക് വ്യക്തിപരമായ നിന്റെ ജീവിതത്തിൽ നിനക്ക് സമാധാനമില്ല എന്ന് ഞങ്ങൾക്കറിയാം. നിനക്ക് സന്തോഷമുള്ള ഒരു ഹൃദയമില്ല എന്ന് ഞങ്ങൾക്കറിയാം. കുടുംബസംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുന്ന ആളാണെന്ന് ഞങ്ങൾക്ക് തിട്ടമുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. സമാധാനമില്ലാത്തവനായി, സന്തോഷമില്ലാത്തവനായി, ജീവിതത്തിൽ ഒരു 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 കുടുംബ സമാധാനമില്ലാത്തവനായി എന്നും മുന്നോട്ട് പോകാനാണോ നീ ഉദ്ദേശിക്കുന്നത്? ഈ തരുണത്തിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന പ്രധാന കാര്യങ്ങളൊക്കെ വിട്ട് ദൈവത്തിലേക്ക് തിരിയാൻ ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അയ്യോ നോക്ക്, 9-ാമത്തെ അധ്യായം, പ്രവർത്തികളുടെ പുസ്തകം 9-ാമത്തെ അധ്യായം. ഒരു വേദ സംബന്ധമായിരിക്കുന്ന നല്ല അറിവുള്ള മനുഷ്യൻ, അവന്റെ ഉപദേശത്തെ സംബന്ധിച്ച്, ന്യായപ്രമാണം സംബന്ധിച്ച് തീക്ഷ്ണതയും എരിവും തീവ്രതയുമുള്ള ഒരു മനുഷ്യൻ, അവന്റെ പേര് ശൗല്. പ്രൈസ് ദി ലോർഡ്. അവന്റെ സ്വഭാവം അനുദിന ജീവിതത്തിൽ അവൻ ചെയ്തു പോരുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവരെ, ദൈവത്തെ ആരാധിക്കുന്നവരെ, ദൈവത്തെ സേവിക്കുന്നവരെ മറ്റ് ഇതര മാർഗങ്ങൾ വിട്ട്, മറ്റ് ഇതര വ്യർത്ഥകരമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ വിട്ട് ജീവനുള്ള ദൈവത്തെ മാത്രം അന്വേഷിക്കുന്ന ദൈവമക്കളെ ഉപദ്രവിച്ച്, അവരെ ശല്യപ്പെടുത്തി, അവരെ ദേഹോപദ്രവം ഏൽപ്പിച്ച്, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കരുണയില്ലാതെ തെരുവിൽ കൂടെ വലിച്ചിഴച്ച് അവരെ ബുദ്ധിമുട്ടിച്ചൊരു മനുഷ്യനാണ് ശൗൽ. ഒരുപാട് ക്ലേശങ്ങൾ ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ ശൗൽ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പോകുന്ന ഈ ശൗലിനെ ദൈവം ഒരു ദിവസം അവനെ കണ്ടുമുട്ടും. ദൈവത്തെ അവൻ ഒരു ദിവസം ഫേസ് ചെയ്യേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ഇങ്ങനെയുള്ള ചില അധികാരപത്രങ്ങളുമായിട്ട് ഒരു കൂട്ടം വിശ്വാസ സമൂഹത്തെ, വിശ്വാസികളെ കൊന്നുമുടിക്കാനായിട്ട് കച്ചകെട്ടി അവനും അവൻ്റെ അണികളുമായി മുന്നോട്ട് വരുമ്പോൾ ഇതാ കർത്താവ് അവനെ സന്ദർശിക്കുന്നത് പ്രവൃത്തികളുടെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ വായിക്കാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ ഒരു സൂര്യനെ വെല്ലുന്ന ഒരു വലിയ വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നിയെന്ന്. എപ്പോഴും നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്ന ഒരു വലിയ പ്രകാശ വലയത്തിന് അകത്ത് ആക്കി ശൗലിനെ. ഈ പ്രകാശത്തിന്റെ അത്യുഗ്രമായിരിക്കുന്ന ജ്വാല കൊണ്ട് അവന്റെ കണ്ണിന്റെ കാഴ്ചശക്തി പോയി. നവ യൗവനക്കാരൻ, തീവ്രതയുള്ള ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, അവന്റെ കണ്ണിന്റെ ശക്തി അങ്ങ് പോയി. അവൻ നിലംപതിച്ചു. പ്രൈസ് ദി ലോർഡ്. അവന് അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, കർത്താവേ, നീ ആരാകുന്നു? പ്രൈസ് ദി ലോർഡ്. ഇതാ കർത്താവ് അവനോട് സംസാരിക്കുന്നു. ശൗലേ, ശൗലേ എന്ന് കർത്താവ് അവനെ വിളിക്കുന്നത് കാണാനുണ്ട്. അവൻ അങ്ങോട്ട് തിരിച്ച്, കർത്താവേ, നീ ആരാകുന്നു? യേശുവിൻ്റെ മറുപടി, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. യേശു തന്നെ അവനെ പരിചയപ്പെടുത്തുന്നത് കാണാനുണ്ട്. ഇത് അറിയാത്തവർക്ക് വെളിപ്പെടുത്തുന്ന രക്ഷകൻ. നിന്നാൽ ഉപദ്രവം സഹിക്കുന്ന യേശുവാണ് ഞാൻ എന്നവൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നീ ഇപ്പോൾ എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോകുക, അവിടെ നിന്നെ മറ്റൊരു സഹോദരൻ അനന്യാസ് കാണും എന്ന് പറഞ്ഞു. അവൻ അവിടേക്ക് പോയി അവന്റെ സ്നേഹിതന്റെ വീട്ടിൽ പോയി 3 ദിവസം താമസിച്ചു. 3 ദിവസം അവൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. കണ്ണിന്റെ കാഴ്ച പോയ വ്യക്തി ദൈവത്തെ ഫേസ് ചെയ്യാൻ വന്നതാണ്. ദൈവമക്കളെ ഉപദ്രവിക്കാൻ വന്ന, അതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ഒരു മനുഷ്യനാണ് ശൗല്. എന്താ അവനുണ്ടായ ദോഷം? എന്തെങ്കിലും ദോഷം സംഭവിച്ചോ? പ്രൈസ് ദി ലോർഡ്. 2 കണ്ണിന്റെ കാഴ്ചയിൽ മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള 2 അവയവമാണ് കണ്ണ്. കണ്ണിന്റെ കാഴ്ചശക്തി അവന് നഷ്ടമായി. അതിലവന് നിരാശയില്ല. അവന് മനസ്സിലായി, എൻ്റെ കുറ്റം കൊണ്ടാണ് കണ്ണ് പോയതെന്ന്, എൻ്റെ തെറ്റുകൊണ്ടാണ് എൻ്റെ കാഴ്ചശക്തി പോയതെന്ന് അവന് മനസ്സിലായി. അവന് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു 3 ദിവസം. ഇവിടെ ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനന്യാസ് എന്ന പേരുള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നു. അവനോട് കർത്താവ് പറഞ്ഞു, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന. ഇതാ അവിടെ ഒരു ശൗൽ എന്ന് പേരുള്ള ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ശൗൽ എന്ന് പേരുള്ള ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നു.
അവൻ്റെ തലയിൽ കൈവച്ച് നീ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അനന്യാസ് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അവൻ ദൈവമക്കൾക്ക് വളരെ ദോഷം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ അവനെ നേരിടാൻ എനിക്ക് പ്രയാസം, അവനെ കാണാൻ പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നോക്ക്, ശൗലിന്റെ അടുക്കിലേക്ക് പോകാൻ അനന്യാസിന് പ്രയാസം. എന്താണ്? അവൻ ഒരുപാട് ദൈവജനങ്ങളെ കൊന്നൊടുക്കിയവനും അവരെ ജയിലിൽ അടപ്പിക്കാൻ മുൻകൈ എടുത്തവനുമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല. കർത്താവ് എന്താ പറഞ്ഞത്? നീ ധൈര്യമായി പോയിക്കൊള്ളുക, ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ എനിക്ക് വേണ്ടി പ്രസംഗിക്കാൻ നിയമിതനായ ഒരു വ്യക്തിയാണ്, ഒന്നും പേടിക്കാതെ പോകാമെന്ന്. അവൻ അനന്യാസ് ശൗലിന്റെ അടുക്ക് എത്തി. ശൗലെ, സഹോദര, നീ കാഴ്ച പ്രാപിക്ക എന്ന് പറഞ്ഞ് ശൗലിന്റെ മേൽ കൈവച്ചു. അവന് കാഴ്ച തൽക്ഷണം ലഭിച്ചു. 3 ദിവസത്തേക്ക് നഷ്ടപ്പെട്ട കാഴ്ച അവന് കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ അവന് തിരികെ ലഭിച്ചു. ഇന്ന് രാത്രി സമയം പ്രിയപ്പെട്ടവരെ, ഞാനൊരു ആലോചന നിങ്ങളോട് പറയട്ടെ. ദൈവത്തെ നിഷേധിച്ച് നീങ്ങുന്ന, ദൈവത്തെ നിരാകരിച്ച് നീങ്ങുന്ന, ജീവനുള്ള സത്യദൈവത്തെ നിരാകരിച്ചും നിഷേധിച്ചും മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ടവർക്ക് പലതും നഷ്ടപ്പെട്ടു എന്ന് വരാം. വിലയുള്ള പലത്, പ്രാധാന്യമുള്ള പലതും നഷ്ടപ്പെട്ടു എന്ന് വരാം. സമ്പത്ത് നഷ്ടപ്പെട്ടു എന്ന് വരാം, മക്കളെ നഷ്ടപ്പെട്ടു എന്ന് വരാം, പലതും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് വരാം. പക്ഷേ ഈ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാൻ എന്തു ചെയ്യണം? ഈ നഷ്ടപ്പെട്ടവയെ തിരിച്ചു കിട്ടാൻ ദൈവത്തിങ്കിലേക്ക്, അതെ, ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാത്തിടത്തോളവും ഈ നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടത് തന്നെ. ശൗൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നു. അവന് നഷ്ടപ്പെട്ടതായ കാഴ്ച അവനെ തിരികെ ലഭിച്ചു. പ്രവർത്തികളുടെ പുസ്തകം 9-ാമത്തെ അധ്യായം നോക്ക്. ഈ വ്യക്തി ശൗൽ, അവനെ കർത്താവ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അവന്റെ കാഴ്ച അവന് ലഭിച്ചു. മാത്രമല്ല, അനന്യാസ് ഈ ശൗലിനെ അവിടെയുള്ള ജലാശയത്തിൽ സ്നാനപ്പെടുത്തുകയും ചെയ്തു എന്ന് പ്രവർത്തികളുടെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ വായിക്കാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ യേശു മുഖാന്തരം രക്ഷ പ്രാപിച്ച രണ്ടാമത്തെ വ്യക്തി. വേറെ ഒട്ടനവധി വ്യക്തികൾ ഈ വിധത്തിൽ യേശു മുഖാന്തരം രക്ഷിക്കപ്പെട്ടത്, അവനെ അംഗീകരിച്ചത്, അവനെ അനുസരിച്ചത് തിരുവെഴുത്തിലുണ്ട്. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തക്കവണ്ണം ഞാൻ ഈ വേദഭാഗത്തു നിന്ന് 3 സമുന്നതരായ വ്യക്തികളെ എടുത്ത് ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. 10-ാമത്തെ അധ്യായം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാമത്തെ അധ്യായം. ഒരു കൊർന്നൊല്യോസ് എന്നു പേരുള്ള മനുഷ്യൻ. അവൻ എങ്ങനെയുള്ളവൻ? അവൻ്റെ സ്വഭാവം വളരെ വിചിത്രമാണ്. കൊർന്നൊല്യോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ, അവൻ മിലിറ്ററി സർവീസിലെ, റോമൻ മിലിറ്ററിയിലെ ഒരു സാർജന്റായി ജോലി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. റോമൻ സായുധ സേനയിലെ അല്ലെങ്കിൽ റോമൻ ആംഡ് ഫോഴ്സിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനാണ് കൊർന്നൊല്യോസ്. പ്രവർത്തികളുടെ പുസ്തകം 10-ാമത്തെ അധ്യായം. അവൻ എങ്ങനെയുള്ളവൻ? അവൻ സത്യസന്ധൻ. അവൻ തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ. ഏത് സമയത്തും പ്രാർത്ഥന ചെയ്യുന്ന ആൾ. സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നു. മാത്രമല്ല, എല്ലാറ്റിലും വളരെ ദാനധർമ്മം ചെയ്യുന്നൊരു വ്യക്തി. എത്ര നല്ല സ്വഭാവമുള്ള മനുഷ്യനാണ് ഈ കൊർന്നൊല്യോസ് എന്ന് ഓർക്കുക. ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, കനത്ത ശമ്പളം പറ്റുന്ന ഒരു മനുഷ്യൻ, ഉയർന്ന ഉദ്യോഗസ്ഥൻ. നമ്മൾ തോന്നുന്നു ഇവന് യേശുവിൻ്റെ ആവശ്യമുണ്ടോ? ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. റോമൻ ചക്രവർത്തിമാരുടെ അടുത്തയാള്, അവർക്ക് സെക്യൂരിറ്റി പോകുന്ന ഉദ്യോഗസ്ഥനാണ് കൊർന്നൊല്യോസ്. രാജാവുമായിട്ട് നല്ല ബന്ധം, നല്ല കോണ്ടാക്റ്റ്. ഈ മനുഷ്യന് കർത്താവിനെ വേണോ? നമ്മളൊക്കെ വിചാരിക്കുന്നത് കഷ്ടതയോ, ബുദ്ധിമുട്ട്, സങ്കടം, പണമില്ലായ്മ, ജപ്തി നോട്ടീസ്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന പ്രതിസന്ധികളിലൊക്കെയാണ് യേശുവിനെ അന്വേഷിക്കാൻ പലരും വരുന്നത്. പക്ഷെ ഇവരെന്തിൻ്റെ കുറവാണ്? കൊർന്നൊല്യോസിനെ ഒരു ചോദിക്ക്, താങ്കൾക്ക് എന്തിൻ്റെ കുറവാണുള്ളത്? രാജാവുമായിട്ട് നല്ല ബന്ധമില്ലേ? ഉണ്ട്. നിന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ആക്ഷേപം പറയുമോ? ഒരാക്ഷേപവും പറയത്തില്ല. എപ്പോഴും പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, നല്ല ഉത്തമ സ്വഭാവമുള്ള മനുഷ്യൻ, വളരെ ദാനധർമ്മം ചെയ്യുന്നവൻ, തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യൻ. എന്താ നിന്റെ കുറവ്? ഒരു കുറവും കാണാനില്ല. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലല്ലോ രക്ഷയിരിക്കുന്നത്. ഒരു സൽസ്വഭാവിയായി ജീവിച്ചാൽ മതി
എന്നുള്ള പക്ഷക്കാരുണ്ട്. ആർക്കും ദോഷം ചെയ്യാതെ ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ആർക്കും ഒരു ദോഷമോ ആരോട് ഒരു തെറ്റോ ചെയ്യാതെ ജീവിച്ചാലൊക്കെ മതി സ്നേഹിത എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ഒക്കെ കുഴപ്പമില്ല, ഞങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഇത് പോരാ. സൽസ്വഭാവമല്ല രക്ഷയ്ക്കുള്ള മാർഗം. തെറ്റ് ചെയ്യാതെ ജീവിക്കുക എന്നുള്ളതല്ല രക്ഷയുടെ മാർഗം. പിന്നെന്താണ്? ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കുക, അവനിൽ വിശ്വസിക്കുക, പാപമോചനം പ്രാപിക്കുക എന്നുള്ളതാണ് രക്ഷപ്പെടാനുള്ളതായിരിക്കുന്ന ഏക മാർഗം. പ്രൈസ് ദി ലോർഡ്. ഈ കൊർന്നല്യോസിന് ഉണ്ടായ ഒരു അനുഭവം കേൾക്കുക. അവനുണ്ടായ ഒരു അനുഭവം എന്താ? അവനുണ്ടായ ഒരു അനുഭവം, ഒരു ദിവസം അവന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ്റെ ഒരു അരുളപ്പാട്. ദൈവദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞു, കൊർന്നല്യോസേ, ഇതാ ഞാനിതാ. കർത്താവോട് പറഞ്ഞു, ഇതാ ഞാനുണ്ട്. നീ ഇപ്പോൾ തന്നെ ആളെ വിട്ട് യോപ്പയിൽ കടൽക്കരയിലെ തോൽക്കൊല്ലനായ ശീമോന്റെ കൂടെ പാർക്കുന്ന പത്രോസ് എന്ന മകപേരുള്ള ഒരു ശീമോൻ അവൻ്റെ കൂടെ താമസിക്കുന്നുണ്ട്. എവിടെ? യോപ്പയിൽ കടൽക്കരയിൽ തോൽക്കൊല്ലനായ ശീമോന്റെ കൂടെ താമസിക്കുന്ന പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ നിന്റെ വീട്ടിൽ വിളിച്ചു വരുത്തി അവൻ്റെ പ്രസംഗം കേൾക്കണമോ? പ്രൈസ് ദി ലോർഡ്. നോക്ക്, പ്രസംഗം. നമ്മൾ വിചാരിക്കും പ്രസംഗം എന്താ ഈ കക്ഷികൾ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. എന്താണ് ഇവരുടെ ഉദ്ദേശം? ദൈവം വിളിച്ചു പറയുന്നു, അവൻ്റെ പ്രസംഗം കേൾക്കണം. നീ നിന്റെ വീട്ടില് ഇന്ന കർത്തൃദാസനെ വിളിച്ച് അവൻ്റെ പ്രസംഗം കേൾക്കണമെന്ന്. എന്തിന്? നിന്റെ നന്മയ്ക്ക്, നിന്റെ നന്മയ്ക്ക്, നിന്റെ പ്രതിസന്ധി മാറാൻ, നിന്റെ പ്രതികൂലം മാറാൻ, നിന്റെ ക്ലേശം മാറാൻ, നിന്റെ അസ്വസ്ഥത മാറാൻ, നിന്റെ ചില ദുഷിച്ച പരിചയമുണ്ടല്ലോ അത് മാറ്റിയെടുക്കാൻ നീ താല്പര്യപ്പെട്ടിട്ടും നിനക്ക് സാധിക്കാത്ത ചില ദുഷിച്ച പരിചയങ്ങൾ, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ദൈവം ഒരു പ്രത്യേക മാർഗം അവനോട് പറഞ്ഞു. എന്താണ്? ഇപ്പോൾ തന്നെ നീ ആളെ അയച്ച്, ആളുകൂടെ ഉണ്ട്, വളരെ അകലെയല്ലാതെ ആളുണ്ട്. ആര്? യോപ്പയിലെ പ്രൈസ് ദി ലോർഡ് ജാഫേത്ത് എന്ന പട്ടണത്തിൽ കടൽക്കരയെ താമസിക്കുന്ന പത്രോസ്. അവൻ്റെ ഇരട്ടപ്പേര് പറഞ്ഞു, ആള് മാറാതിരിക്കാൻ ഇരട്ടപ്പേര്. അവന് ശീമോൻ എന്നു പേരുള്ള മറുപേരുള്ള പത്രോസ് ഉണ്ട്. അവൻ താമസിക്കുന്നത് തോൽക്കൊല്ലനായ ശീമോന്റെ കൂടെ താമസിക്കുന്നു. അവനെ വീട്ടിൽ വിളിച്ചു വരുത്തണം. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ പ്രസംഗം ഒന്ന് കേട്ടെ. നീയും നിന്റെ ഗ്രഹം മുഴുവനും രക്ഷ പ്രാപിക്കാനുള്ള വചനം അവൻ നിന്നോട് പറയും. ദൈവത്തിൻ്റെ താല്പര്യമാണ് നീയും നിന്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെട്ടതെന്ന്. പ്രൈസ്. ദൈവത്തിന് താല്പര്യമാണ്. നിനക്ക് താല്പര്യമില്ലെങ്കിലും ദൈവത്തിന് താല്പര്യമുണ്ട്. നിന്റെ ദുശീലങ്ങളൊക്കെ മാറി നിന്നെ ഒരു സൽസ്വഭാവയാക്കി മാറ്റി ഒരു ദൈവത്തിൻ്റെ മകനാക്കിയെടുക്കാൻ, ദൈവത്തിൻ്റെ മകളാക്കിയെടുക്കാൻ, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാക്കിയെടുക്കാൻ, ദൈവത്തെ സേവിക്കുന്ന ഒരു വ്യക്തിയാക്കിയെടുക്കാൻ നമുക്ക് താല്പര്യമില്ലെങ്കിലും ദൈവത്തിന് താല്പര്യമുണ്ട്. നിന്റെ അരിഷിതാവസ്ഥ കണ്ടിട്ട്, നിന്റെ അരാജകത്വം കണ്ടിട്ട്, നിന്റെ ഇപ്പോഴത്തെ പ്രതിസന്ധി കണ്ടിട്ട്, നീ നെടുവീർപ്പെടുന്നത് കണ്ടിട്ട്, നിന്റെ ഭാര്യ നെടുവീർപ്പെടുന്നത് കണ്ടിട്ട്, നിന്റെ കുട്ടികൾക്ക് മതിയായ വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല എന്നുള്ളതായ വിഷമവും സങ്കടവും അവർക്ക്, ഇതെല്ലാം കണ്ടിട്ട് ദൈവത്തിന് താല്പര്യമുണ്ട് നമ്മെ ഒന്ന് ശരിയാക്കി എടുക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, കൊർന്നല്യോസേ, നീ ഇപ്പോൾ ഇത് ചെയ്യണം. പത്രോസിനെ വീട്ടിൽ വിളിച്ചു വരുത്തി അവൻ്റെ പ്രസംഗം കേൾക്കാം. ഞാൻ നേരത്തെ വായിച്ചല്ലോ, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം 20-21 വാക്യങ്ങളിൽ വായിക്കുന്നു, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട്. ജ്ഞാനം കൊണ്ട് അറിയത്തില്ലെന്ന്. നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട്, നമ്മുടെ PG ഡിഗ്രി കൊണ്ട്, നമ്മുടെ പോളിടെക്നിക് ഡിഗ്രി കൊണ്ട്, നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിഗ്രി കൊണ്ട്, നമ്മുടെ MTech കൊണ്ട്, BTech കൊണ്ട്, MCA കൊണ്ട്, MBA കൊണ്ട്, ഇതുകൊണ്ടൊന്നും തന്നെ ഒരു വ്യക്തിക്ക് ദൈവത്തെ അറിയാൻ സാധ്യമല്ല. പിന്നെ എങ്ങനെ?
ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട് പ്രസംഗം എന്ന ഭോഷത്വത്താൽ ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ പ്രസാദം തോന്നി. പ്രസംഗം കേൾക്കണം, പ്രസംഗം കേൾക്കണം പ്രിയപ്പെട്ടവരെ, പ്രസംഗം കേൾക്കണം. ദൈവത്തെ സംബന്ധിച്ച്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ സംബന്ധിച്ചുള്ള പ്രസംഗം കേൾക്കണം, പ്രസംഗം കേൾക്കണം. ഇതാ കർത്താവ് അവനോട് പറഞ്ഞു, ഇത് തന്നെയാണ് അവന്റെ പ്രസംഗം കേൾക്കണം. പത്രോസിനെ ക്ഷണിച്ചു. പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ വന്നു. പ്രൈസ് ദി ലോർഡ്. കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് പത്രോസ് വന്നപ്പോൾ കൊർന്നല്യോസ് ചെയ്തത് എന്താണെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. കൊർന്നല്യോസ് പത്രോസിനോട് പറയാ, പത്രോസേ, നീ എൻ്റെ വീട്ടിൽ വന്നത് ഉപകാരം, നീ എൻ്റെ വീട്ടിൽ വന്നത് ഉപകാരമെന്ന്. എനിക്ക് വളരെ സന്തോഷമുണ്ട് നീ വന്നതിൽ എന്ന് പറഞ്ഞ് പത്രോസിന്റെ കാൽക്കൽ വീണ് അവനെ നമസ്കരിച്ചു. അവന്റെ കാൽക്കൽ വീണു. പത്രോസ് പറഞ്ഞു, സ്നേഹിത, അതരുത്, അതരുത്, എന്നെ നമസ്കരിക്കണ്ട. ഞാൻ നിന്നെ പോലൊരു മനുഷ്യനാ, ഞാൻ ദൈവവചനം പ്രസംഗിക്കുന്നതേ ഉള്ളൂ, നമ്മളെപ്പോലെ, ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനാ, എന്നെ നമസ്കരിക്കണ്ട. അരുത്, നോ, ദാറ്റ് ഈസ് നോട്ട് ഗുഡ്, അത് ശരിയല്ലത്, അത് എഴുന്നേൽക്ക്, ദയവായി എഴുന്നേൽക്ക്, എന്നെ നമസ്കരിക്കണ്ട, ഞാൻ അങ്ങനെയുള്ള ആളല്ല എന്ന് പറഞ്ഞ് ഒഴിയുക മാത്രമല്ല, പിന്നെ ആരെയാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത്, ആരെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടെ പറയാൻ പത്രോസ് സമയം കണ്ടെത്തി. ജീവനുള്ള ദൈവം മീതെയുണ്ട്. പ്രപഞ്ചത്തിന്റെ ഉടയവനും ഉടമസ്ഥനുമായ ഒരുവൻ മീതെ സ്വർഗത്തിലുണ്ട്. അവനാണ് സകല മനുഷ്യരുടെയും ആരാധനാ വിഷയം അവൻ തന്നെയാണ്. നമുക്ക് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു, എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ദൈവം തൻ്റെ ഏകജാതനെ, തൻ്റെ ആദ്യജാതനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് ദൈവം കൽപ്പന കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആരെ ഭൂമിയിലോട്ട് വിട്ടപ്പോൾ ദൈവം തൻ്റെ ആദ്യജാതനെ ഭൂതലത്തിലേക്ക് അയക്കുമ്പോൾ സകല ദൂതന്മാരുടെ ഒരു കൽപ്പന എന്ത്? ഇവനെ ആരാധിച്ചോണം. ദൂതന്മാര് ഇവനെ ആരാധിച്ചോണമെന്ന്, ദൂതന്മാർ ഇവനെ നമസ്കരിച്ചോണം. കാര്യം, ഒരു മനുഷ്യനെ പോലെ സഞ്ചരിക്കുന്നു, ഒരു മനുഷ്യനെ പോലെ യാത്ര ചെയ്യുന്നു, ഒരു മനുഷ്യനെ പോലെ വിശക്കുന്നു, കരയുന്നു, ഒരു മനുഷ്യനെ പോലെ ക്ഷീണിക്കുന്നു, വിശക്കുന്നു, ഒക്കെ ശരി, അത് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വപരമായിട്ടാണ്. പക്ഷേ ദൈവം പറഞ്ഞു ദൂതന്മാരോട് അവനെ നമസ്കരിച്ചോണം. അവനാണ് ദൂതന്മാരുടെ ആരാധ്യ വസ്തു. ജീവനുള്ള ദൈവം അവനാകുന്നു, അവനെ നമസ്കരിച്ചോണം. പത്രോസ് അപ്പോൾ അവിടെ ആ വീട്ടിലെ അവിടുത്തെ പ്രാർത്ഥന നമുക്ക് തിരുവെഴുത്ത് പരിശോധിച്ചാൽ, പ്രവർത്തികളുടെ പുസ്തകം 10-ാമത്തെ അധ്യായം, തിരുവെഴുത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ കോട്ടേജ് പ്രയറാണ്. ഒരു വീട്ടു പ്രാർത്ഥന ആദ്യം നടത്തിയത് പത്രോസാണ്. സമാധാനപരമായ നിലയിൽ, സന്തോഷകരമായിട്ടുള്ള നിലയിൽ ഒരു വീട്ടു പ്രാർത്ഥന ഇവിടെ കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് നടത്തുന്നു. അവിടെ വന്നപ്പോൾ തൻ്റെ സ്നേഹിതന്മാരായിരിക്കുന്ന എല്ലാ മിലിറ്ററിക്കാരും വന്നിട്ടുണ്ട്. അവരെയൊക്കെ വിളിച്ചിരിക്കുന്നു, മിലിറ്ററിക്കാരെയൊക്കെ, തൻ്റെ അയൽക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, തൻ്റെ സ്നേഹിതന്മാരെ വിളിച്ചിട്ടുണ്ട്, തൻ്റെ ബന്ധക്കാരെ വിളിച്ചിട്ടുണ്ട്. എന്തിന്? ഈ പ്രസംഗം ഒന്ന് കേൾക്കട്ടെ. ജീവന്റെ ഉടയവനെ സംബന്ധിച്ച്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ സംബന്ധിച്ചുള്ള ഈ പ്രസംഗം ഇവരൊക്കെ ഒന്ന് കേൾക്കട്ടെ, ഇവരെ ദൈവത്തെ ഒന്ന് അറിയട്ടെ, ഇവരെ ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കട്ടെ, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങട്ടെ. വ്യർത്ഥമായ സമ്പ്രദായങ്ങൾ ഇവരുടെ ഉള്ളിൽ നിന്ന് മാറട്ടെ, ദുശീലങ്ങളൊക്കെ മാറട്ടെ. എന്തിനെ വിളിച്ചുകൂട്ടി പത്രോസ് വായി തുറന്ന് പ്രസംഗിച്ചു. ദൈവത്തിന്റെ വചനം കേട്ടാറേ, ദൈവവചനം പ്രസംഗിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. വചനം കേട്ടവരുടെ മേലെന്ന്. വചനം കേട്ടു, വെറുതെ കേൾവി എന്നുള്ള വാക്കല്ല ഉദ്ദേശിക്കുന്നത്. ദോസ് ഹു ഒബേ, കർത്താവായ യേശുവിനെ അനുസരിക്കാൻ തയ്യാറായവരെ,
കർത്താവിനെ അനുസരിക്കാൻ തയ്യാറായവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു, അവരെ അന്യഭാഷയിൽ സംസാരിച്ചു. പത്രോസ് എന്ത് ചെയ്തു? പത്രോസ് പറഞ്ഞു, കൽപ്പിച്ചു ഇവരെയൊക്കെ സ്നാനപ്പെടുത്താൻ. അപ്പൊ നോക്കാം, ഞാനിവിടെ 3 വേദഭാഗം വായിച്ചു. ഒരു കൂട്ടം ആളുകൾ പത്രോസിന്റെ പ്രസംഗത്താൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ, അവരെ വീണ്ടും ജന്മം പ്രാപിക്കാൻ, ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വീണ്ടും ജന്മം ഉണ്ടായി ദൈവത്തെ അന്വേഷിക്കാൻ അവർ തീരുമാനിച്ചു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു, പരിശുദ്ധാത്മാവ് അവരെ അംഗീകരിച്ചു, അവരെ സ്നാനമേൽക്കുന്നു, കർത്താവിന്റെ സഭയോട് ചേരുന്നു. പത്രോസിന്റെ 1-ാമത്തെ പ്രസംഗത്തിൽ, അവന്റെ കന്നിപ്രസംഗത്തിൽ, പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം, ആ പ്രസംഗം നമ്മളെ കാണാനുണ്ട്. ആ പ്രസംഗം 11 പേരോടുകൂടെ ഇന്ന് പത്രോസ് എഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചു. ഈ പ്രസംഗം പെന്തക്കോസ്തിന്റെ ഒരു വിശദീകരണ യോഗം. എന്താണ് പെന്തക്കോസ്ത്, എന്താണ് ദൈവവചനം ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അങ്ങോട്ട് പ്രസംഗം ആരംഭിച്ചപ്പോൾ ഈ പ്രസംഗം ജനത്തിന്റെ ഉള്ളിൽ കുത്തുകൊണ്ടു എന്ന് വായിക്കും. ജനഹൃദയങ്ങളിലെ കുത്തുകൊണ്ടു. ദൈവത്തിന്റെ വചനം മനുഷ്യ ഹൃദയങ്ങളെ സ്പർശിക്കുന്നതാണ്. മറ്റേതെങ്കിലും കാര്യങ്ങൾ കേൾക്കുന്നത് പോലെയല്ല ദൈവവചനം കേൾക്കുന്നത്. മറ്റേതെങ്കിലും നാടൻ സാഹിത്യം കേൾക്കുന്നത് പോലെയല്ല ദൈവവചനം കേൾക്കുന്നത്. ഏതെങ്കിലും നാടൻ കലകളോ നാടൻ കലാകാരന്മാരുടെ പ്രകടനങ്ങളോ കാണുമ്പോൾ ഉണ്ടാകുന്നത് പോലെയല്ല ദൈവവചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാധീനം. അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. പ്രൈസ് ദി ലോർഡ്. അവർ പ്രതികരിക്കുന്നു. എന്താ പ്രതികരിച്ചത്? സഹോദരന്മാരായ പുരുഷന്മാരെ, നിങ്ങൾ പ്രസംഗിച്ചത് ഞങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങൾ പ്രസംഗിച്ചത് ഞങ്ങൾ കേട്ടു. ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ഒരു ഭിന്നാഭിപ്രായം ഇല്ല. ഈ പ്രസംഗത്തെ സംബന്ധിച്ച്, ഈ ദൈവവചന പ്രഭാഷണത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഭിന്നാഭിപ്രായവുമില്ല. എന്നിട്ട് അവർ പറയുകയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ പറ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പറ. നിങ്ങൾ പറയുന്നത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ പറ, ഞങ്ങൾ എന്ത് ചെയ്യണം? ആര് ചോദിക്കുന്നു? കേൾവിക്കാർ ചോദിക്കുക. എത്ര ഉണ്ട് കേൾവിക്കാർ? 16,000 കേൾവിക്കാരുണ്ട്. അതിൽ 3,000 പേര് രക്ഷിക്കപ്പെട്ടു. അന്ന് കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അവർ ചോദിക്കുന്ന ചോദ്യം, അവരെ പ്രതികരിക്കുകയാണ്. കൊള്ളാം, പ്രസംഗം കൊള്ളാം, നന്നായിരുന്നു, ഇനിയും കേൾക്കാം എന്ന അല്ലായിരുന്നു അവരുടെ സമീപനം. ഇനി നിങ്ങൾ ഈ വഴിക്ക് വരണം എന്നല്ല പ്രതികരിച്ചത്. ഞങ്ങൾ എന്ത് ചെയ്യണം പറ. ഈ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? അതിന് പത്രോസ് മറുപടി പറഞ്ഞത്, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട്, പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 36-37 വാക്യങ്ങൾ, ഞങ്ങൾ എന്തു ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് പത്രോസിന്റെ മറുപടി നാളെ പറയാം എന്നല്ല പറഞ്ഞത്. ഞങ്ങൾ ആലോചിക്കട്ടെ, ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ വാ പറയാം എന്നല്ല. തൽക്ഷണം മറുപടി. എന്താ മറുപടി? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ, വാക്ക് ശ്രദ്ധിക്കണം, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദത്തം നിങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾക്ക്, നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അവർക്ക് സന്തോഷമായി. ഏറ്റവും ഒരു സന്തോഷകരമായ ഒരു സമാധാനം, ഒരു മറുപടി പത്രോസിൽ നിന്ന് അവർക്ക് ലഭിച്ചു. എന്താ പറഞ്ഞത്? നിങ്ങൾ മാനസാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അവരുടെ മുഖത്ത് നോക്കി പത്രോസ് പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെടണം. നിങ്ങളുടെ മനസ്സിന് മാറ്റം ഉണ്ടാകട്ടെ, നിങ്ങളുടെ ചിന്താഗതിക്ക് മാറ്റം വരട്ടെ, നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വരട്ടെ, നിങ്ങളുടെ ജീവിത ശൈലിക്കൊരു മാറ്റം വരട്ടെ. ദൈവത്തെ അറിയാൻ ആരംഭിക്കുക, ദൈവത്തെ അന്വേഷിക്കാൻ ആരംഭിക്കുക, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സേവിക്കാൻ ഈ വ്യക്തമായ സമ്പ്രദായങ്ങളും ആചാര അനുഷ്ഠാനങ്ങളൊക്കെ വിട്ട് ജീവനുള്ള ദൈവത്തിങ്കിലൊക്കെ നിങ്ങൾ തിരിഞ്ഞു വരണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തനിക്ക് വഴി നിരത്തുവാനായിട്ട്
തൻ്റെ പാത നിരത്തുവാനായിട്ട് ദൈവത്താൽ അയക്കപ്പെട്ട മനുഷ്യനാണ് യോഹന്നാൻ സ്നാപകൻ. അവനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത് ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, ചുമ്മാ വന്നതല്ല. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അവന് യോഹന്നാൻ എന്ന് പേര്. അവൻ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുക. പ്രൈസ് ദി ലോർഡ്. പലരും വന്ന് ചോദിച്ചു യോഹന്നാനോട്, നീ ആ പ്രവാചകനാണോ? ആ പ്രവാചകനാണോ നീ? എന്താ അവർ ചോദിച്ചതിൻ്റെ അർത്ഥമാക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായിരിക്കുന്ന ദൈവം ആദാം ഹവ്വമാരോട് പറഞ്ഞത്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം മോശയുടെ കാലം വന്നപ്പോൾ ആവർത്തന പുസ്തകം 18-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, നിങ്ങൾക്ക് ബോധ്യമുള്ളപ്പോൾ, നിങ്ങൾക്ക് ബോധ്യമാകുന്നെങ്കിൽ ഈ വേദഭാഗം എടുത്ത് വായിച്ച് ബോധ്യപ്പെടാനാണ് ഇതിൻ്റെ ഈ റെഫറൻസ് കൂടെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആവർത്തന പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇവിടെ ദൈവത്തിൻ്റെ ദാസനായ മോശ വിളിച്ചു പറയുന്നു, എൻ്റെ മരണസമയം അടുത്തു. ഇതിനു ശേഷം ദൈവം എന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ ദൈവം നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ ദൈവം നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. അവന്റെ വാക്ക് കേൾക്കാത്ത ഏവനെയും ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണമെന്ന്. പ്രൈസ് ദി ലോർഡ്. നോക്ക്, അവന്റെ വാക്ക് കേൾക്കാത്ത ഏവനെയും, മോശയുടെ വാക്ക് കേൾക്കാത്തവരെ ഛേദിച്ചു കളഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. മോശയുടെ വാക്ക് നിരാകരിച്ചവരെ ഛേദിച്ചില്ല. പക്ഷേ ഇവിടെ മോശ പറയുന്നു, എന്നെ പോലെ ഒരു പ്രവാചകനെ ദൈവം നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. അവൻ വേറെ എങ്ങൊന്നും വരുന്നതല്ല, അവന്റെ വാക്ക് കേൾക്കാത്ത ഏവനെയും ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു മാറ്റും. അന്ന് മുതൽ ഏത് പ്രവാചകന്മാർ വരുമ്പോഴും യഹൂദന്മാർ ചോദിക്കും, ആ പ്രവാചകൻ നീയാണോ? മോശ പറഞ്ഞ ആള് നീയാണോ? അവർ പറയും ഞാനല്ല. യെശയ്യാവ് വന്നു ചോദിച്ചു, ആ പ്രവാചകൻ നീയാണോ? യെശയ്യാവ് പറഞ്ഞു ഞാനല്ല. ഇരമ്യാവ് വന്നു, ആ പ്രവാചകൻ നീയാണോ? ഞാനല്ല. യെഹെസ്കേൽ നീയാണോ? അല്ല. യോന നീയാണോ ആ ആള്? യോന പറഞ്ഞു ഞാനല്ല. പ്രൈസ് ദി ലോർഡ്. ആ ചോദ്യം ഓരോ പ്രവാചകന്മാർ വഴിയും ആവർത്തിക്കുക. യോഹന്നാൻ വന്നു, ആ പ്രവാചകൻ നീയോ? യോഹന്നാൻ പറഞ്ഞു ഞാനല്ല. പക്ഷെ യോഹന്നാൻ ഒരു വാക്ക് പറഞ്ഞു, എൻ്റെ പിന്നാലെ അവനുണ്ടെന്ന്. ഈ യെശയ്യാവ് പറഞ്ഞ അങ്ങനല്ല, ഞാനല്ലെന്നാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഇരമ്യാവ് പറഞ്ഞത് ഞാനല്ലെന്നാ. പ്രൈസ് ദി ലോർഡ്. ഹബക്കൂക്ക് പറഞ്ഞു അത് ഞാനല്ലെന്നാ. പക്ഷെ യോഹന്നാൻ പറഞ്ഞു ഞാനല്ല, പക്ഷെ എൻ്റെ പിന്നാലെ അവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുരിഞ്ഞഴിക്കാൻ ഞാൻ യോഗ്യനല്ല. പ്രൈസ് ദി ലോർഡ്. നോക്ക്, അവൻ്റെ പ്രവൃത്തി, അവൻ്റെ ശ്രേഷ്ഠത, അവൻ്റെ ഔന്നത്യം, അവൻ്റെ ഉത്കൃഷ്ട മാനസം അവൻ പറയുന്നുണ്ട്. ആ യേശുവിനെ യോഹന്നാൻ സ്നാനപ്പെടുത്തിയ ഭാഗവും നമുക്ക് തിരുവഴുത്തിൽ വായിക്കാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യോഹന്നാൻ പ്രസംഗിച്ചു തുടങ്ങിയത് കാലം തികഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചാണ് യോഹന്നാൻ പ്രസംഗം അവസാനിപ്പിച്ചത്. അതിനുശേഷം ചില പ്രത്യേക സാഹചര്യങ്ങളാൽ യോഹന്നാൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു. യോഹന്നാൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു എന്ന് കേട്ടാറെ യേശു പ്രസംഗം ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ യേശു പ്രസംഗം ആരംഭിച്ചത്? യോഹന്നാൻ പ്രസംഗിച്ച് നിർത്തിയ ഭാഗത്തു നിന്ന് യേശു പ്രസംഗം ആരംഭിക്കുക. വേറൊരു പ്രസംഗമല്ല കൊണ്ടുവന്നത്, വേറൊരു ഉപദേശമല്ല കൊണ്ടുവന്നത്. യോഹന്നാൻ എവിടെ നിർത്തി അവിടുന്ന് യേശു ആരംഭിക്കുന്നു. യേശു പറഞ്ഞു, മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ യേശു വിളിച്ചു പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. കാലം തികഞ്ഞെന്ന് എത്ര നാളിന് മുമ്പ് പറഞ്ഞതാ? ഇന്നേക്ക് 2000 കൊല്ലം മുമ്പ് പറഞ്ഞു കാലം തികഞ്ഞു. ഒന്ന് മാനസാന്തരപ്പെടുമോ സ്നേഹിത? ഒന്ന് മാനസാന്തരപ്പെടുമോ? മനസ്സിനൊരു മാറ്റം വരുത്താൻ തന്നെത്താൻ യേശുവിന് മുമ്പ് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? മാനസാന്തരപ്പെട്. ജീവിതശൈലിക്ക് മാറ്റം വരട്ടെ, വീട്ടിൽ സന്തോഷമുണ്ടാകട്ടെ,
വീട്ടിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ, സന്തോഷകരമായ കുടുംബജീവിതം, അങ്ങനെ ആ വിധത്തിൽ ഈ കുടുംബജീവിതം ഒന്ന് ധന്യമാകട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, മർക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട, പിന്നെ സുവിശേഷത്തിൽ വിശ്വസിക്കുകയല്ല, മാനസാന്തരപ്പെട്ട വേണം സുവിശേഷത്തിൽ വിശ്വസിക്കണം. സുവിശേഷം എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ രക്ഷയെ സ്വീകരിക്കുക എന്നുള്ളതാണ്. പൗലോസ് പറഞ്ഞു, എൻ്റെ സുവിശേഷം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം എന്ന് പൗലോസ് സുവിശേഷത്തെ അതിന് നിർവചനം നൽകുന്നുണ്ട്. ഇനി ചില വാക്കുകൂടെ പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ യേശു പറഞ്ഞത് മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടണം. ആര് മാനസാന്തരപ്പെടണം? എല്ലാവരും മാനസാന്തരപ്പെടണം. എല്ലാവരും മാനസാന്തരപ്പെടണം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെയും 5-ാമത്തെയും വാക്യം ഇപ്രകാരം വായിക്കുന്നു. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ എന്താണ് ദൂഷ്യം? മാനസാന്തരപ്പെടുന്ന, എനിക്ക് മനസ്സില്ല മാനസാന്തരപ്പെടാൻ. നിങ്ങൾ പറയുന്ന മാനസാന്തരം എനിക്ക് മനസ്സില്ല, അങ്ങനെ പറഞ്ഞാൽ ഉള്ള ഭവിഷ്യത്ത് എന്താ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു ഒരിക്കൽ അതിൻ്റെ ദൂഷ്യം എന്താ? ചില ദൂഷ്യങ്ങളുണ്ട്, ചില ബുദ്ധിമുട്ട് നേരിടുമെന്ന്, ചില പ്രശ്നങ്ങൾ നേരിടും. എന്താ പ്രശ്നം? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 3-ാമത്തെയും 5-ാമത്തെയും വാക്യം. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ ആര് പറഞ്ഞത്? രക്ഷിതാവായ യേശു പറഞ്ഞത്. ഞങ്ങളുടെ വാക്കല്ല, സഭയുടെ വാക്കല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ ഉറക്കെ പ്രഖ്യാപിച്ചത്. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഇനി മറ്റൊരു ഭേദഭാഗം അത് സംബന്ധിച്ച് ഇപ്രകാരം വായിക്കുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 17-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. 17-30. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. അപ്പൊ മാനസാന്തരം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവത്തിന്റെ കൽപ്പനയാകുന്നു മാനസാന്തരം എന്നുള്ളത്. അത് ഞങ്ങളുടെ ഡിസൈൻ ചെയ്തതല്ല, ക്രൈസ്തവ സമൂഹം ഡിസൈൻ ചെയ്ത ഒരു ഉപദേശമല്ലിത്. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും വ്യക്തികൾ അവരുടെ വ്യക്തി താല്പര്യം മുൻനിർത്തി പറഞ്ഞ വാക്കുമല്ല. അത്യുന്നതനായിരിക്കുന്ന ദൈവം സ്വർഗത്തിൽ ഡിസൈൻ ചെയ്ത മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രസന്റ് ചെയ്ത ഒരു വേദ ഉപദേശമാണ് മാനസാന്തരം എന്നുള്ളത്. ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം കണ്ണടയ്ക്കും. അത് ദൈവം മായ്ച്ചു കളയാമെന്ന്. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത തെറ്റുകൾ ദൈവം നിരുപാധികം മായ്ച്ചു കളയാം. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത എല്ലാ ദോഷങ്ങളെയും ദൈവം മറക്കാമെന്ന്. ഒരിക്കലും ഓർക്കാതെ വണ്ണം ദൈവം മറക്കാം. ഒരിക്കലും ഓർക്കാതെ വണ്ണം അതിനെ മായ്ച്ചു കളയാം. അതിനെ പൂർണ്ണമായും ക്ഷമിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും, ഏത് രാജ്യത്തുള്ളവരും, ഏതെങ്കിലും ഒരു രാജ്യക്കാരെ ഇതിൽ നിന്ന് മാനസാന്തരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആഫ്രിക്കക്കാരെയോ ഇംഗ്ലീഷുകാരെയോ യൂറോപ്യൻസിനെയോ ആരെയും തന്നെ ഈ മാനസാന്തരത്തിൻ്റെ ഉപദേശത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. എല്ലാവരും അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ ഒരു ഉപദേശത്തിന് നാം പൂർണ്ണമായി വിധേയപ്പെടണം എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ തീർപ്പ്, ദൈവത്തിൻ്റെ വിധി ന്യായം. ഈ വേദഭാഗം പിന്നെയും തുടരുക തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരം സംബന്ധിച്ചുള്ള ഒരു വാക്ക് കൂടി ഞാൻ ഇവിടെ പ്രസ്താവിക്കട്ടെ. അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് എഴുതിയ ലേഖനം, പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ 2-ാമത്തെ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു.
ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ. ഇപ്പോൾ കർത്താവ് പിന്നെയും പിന്നെയും വരുന്നു 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 എന്നിങ്ങനെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. എന്താ വരാത്തത്? എന്താ വരാത്തത്? യേശു വരുന്നു എന്ന് കഴിഞ്ഞ ചില നാൾക്ക് മുമ്പ് ഇവിടെ പ്രസംഗിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു യേശു വരുന്നു എന്ന് പറഞ്ഞു, വരുന്നില്ല. അതിനുള്ള മറുപടി തിരുവഴുത്തിലുണ്ട്. ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ, പ്രിയപ്പെട്ടവരെ, ആരും നശിക്കാൻ ദൈവത്തിന് താല്പര്യമില്ല. ആരും നശിക്കാൻ കർത്താവിന് താല്പര്യമില്ല. കുറച്ചുകൂടെ നീട്ടിവെക്കുന്നത് നിങ്ങളെ കൂടെ ഉദ്ദേശിച്ചാണ്. ദൈവവചനം കേട്ട നിങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ രാജ്യത്തിലാകട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ മാത്രമാണ് കർത്താവ് വരവ് താമസിപ്പിക്കുന്നത്. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടാൻ ഇച്ഛിച്ച് അവൻ നമ്മോട് ദീർഘം കാണിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ ഈ പ്രഭാഷണം ഇവിടെ നിർത്തട്ടെ. ഇത്രത്തോളം നിങ്ങൾ സന്മനസ് കാണിച്ച് ഈ വാക്യങ്ങൾ, ഈ വേദഭാഗം കേട്ടതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം ബഹുമാനമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ദൈവവചനം കേട്ട പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും മാനസാന്തരപ്പെടാത്തവരുണ്ടെങ്കിൽ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ, ഇതുവരെയും കർത്താവിന് ഹൃദയം കൊടുക്കാത്തവരുണ്ടെങ്കിൽ, ഈ വചനത്തിന് വിധേയപ്പെട്ട് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവൻ്റെ ജനമാകാൻ, അവനെ സേവിക്കാൻ, ഒരു നല്ല സന്തോഷകരമായ ഒരു വ്യക്തിപരമായ ഒരു ജീവിതം നയിക്കാൻ, സമാധാനപൂർണ്ണമായ ജീവിതം നയിക്കാൻ ഞങ്ങൾ ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഊഷ്മളമായ സ്നേഹവും വന്ദനവും. ദൈവത്തിന് മഹത്വം. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം നിങ്ങളോട് അറിയിച്ചല്ലോ. തുടർന്ന് ഇപ്പോൾ പ്രിയ പൈതൽ മുൻപോട്ട് വരുന്ന ഒരു പാട്ട് പാടും. അനന്തരമായി നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായി. അമ്പരത്തുമ്പികൾ വീടുകൾ വീടുകൾ എല്ലാം അമ്പരത്തുമ്പികൾ വീടുകൾ വീടുകൾ എല്ലാം ശിക്ഷ
മർത്യന്റെ ശക്തിയോ ഭൂമിയോ പ്രവൃത്തിയോ മോക്ഷമുക്തരില്ല സത്യം. മർത്യന്റെ ബുദ്ധിയോ ശക്തിയോ പ്രവൃത്തിയോ മോക്ഷമുക്തരില്ല സത്യം. ചുളപോൽ കത്തുന്ന നാളൊരുമിതം ഈ ലോകത്തിൽ നശിക്കും. ദൈവത്തിൻ ന്യായവിധി നാളത് പാപത്തിൻ ശിക്ഷയിൽ നാളത്. ചുളപോൽ കത്തുന്ന നാളൊരുമിതം ഈ ലോകത്തിൽ നശിക്കും. ദൈവത്തിൻ ന്യായവിധി നാളത് പാപത്തിൻ ശിക്ഷയിൽ നാളത്. നീ വരുമോ രക്ഷകനായി യേശുവിൻ സന്നിധിയിൽ. നീ വരുമോ രക്ഷകനായി യേശുവിൻ സന്നിധിയിൽ. ചുളപോൽ കത്തുന്ന നാൾ വരുന്നിതാ ഈ ലോകത്തിൽ നശിക്കും. ദൈവത്തിൻ ന്യായവിധി നാളത് പാപത്തിൻ ശിക്ഷയിൽ നാളത്. ദൈവത്തിന്റെ മഹത്വം കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മനോഹരമായ സുവിശേഷ സന്ദേശവും ഗാനങ്ങളും ആലപിപ്പാൻ ഈ സ്ഥലം ഞങ്ങൾക്ക് ഇങ്ങനെ അനുവദിച്ചു തന്ന ഈ സ്ഥലവാസിയോട് ഈ കുടുംബത്തോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതേപോലെ ഇത്രത്തോളം സമയം ദൂരത്തും ചാരത്തുമായി ഈ പ്രഭാഷണം ശ്രദ്ധിച്ച നിങ്ങളോട് എല്ലാവരോടുമുള്ള വിശേഷാൽ നന്ദി ഈ തരുണത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. ഇവിടെ കേൾപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം ദൈവിക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും വിടുതലുകൾ പ്രാപിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ താമസിക്കുന്ന ബഹുമാന്യ സുബ്രഹ്മണ്യൻ പാസ്റ്ററുമായി നിങ്ങൾ ബന്ധപ്പെടുക. കർത്താവ് ദാസൻ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരികയും നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അത് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ദേശത്തിന് വലിയ അനുഗ്രഹമായി തീരും. തുടർന്ന് ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആശീർവാദം പറയേണ്ടതിന് ബഹുമാന്യ സുബ്രഹ്മണ്യൻ പാസ്റ്ററെ മുൻപോട്ട് ക്ഷണിക്കുന്നു. தேவனுக்கு மகிமை உண்டாவதாக. காதுள்ளவன் கேட்க கடவன் சொல்லி வேதம் சொல்லுது. ஒரு மனுஷனுக்கு முன்னால ஜீவனும் மரணமும் வைக்கப்பட்டிருக்கிறது சொல்லி வேத புஸ்தகம் சொல்லி தருது. நன்மையும் தீன்மையும் ஒரு மனுஷனுக்கு முன்னாக வைக்கப்பட்டிருக்குது. அதை தேர்ந்தெடுக்கிறவங்க அவங்கவுங்க இஷ்டம். உங்களுக்கு முன்னால சொன்ன வசனம் அது ஜீவனும் வல்லமை உள்ளதா இருக்குது. நன்மையும் தீமையும் ஒரு மனுஷனுக்கு முன்னாக இருக்கும்போது நன்மை வேண்டுமா தீமை வேண்டுமா சொல்லி தீர்மானிக்க வேண்டிய அந்த தீர்மானத்துடைய அளவுகோல் ஒரு தனி மனுஷனுடைய கையில ஆண்டவர் கொடுத்திருக்கிறார். உங்களுக்கு முன்னாக பிரஸ்தாபம் பண்ண இந்த வசனத்தை உங்கள் வாழ்க்கையில என்னைக்காவது வந்து நினைச்சு பாருங்க. வாழ்க்கைக்கு அது கண்டிப்பா உதவும். மனுஷன் அப்பத்தினாலே மாத்திரமல்ல, தேவனுடைய வாயிலிருந்து புறப்படுகிற ஒவ்வொரு வார்த்தையை நான் படைப்பானே என்று எழுதியிருக்கிறது. எவ்வளவு நேரம் இந்த பகுதியிலிருந்து இந்த சுவிசேஷ காரியத்தை கேட்டு உங்கள் இருதயத்தில் நீங்கள் எழுதியிருப்பீங்கன்னு நாங்கள் நினைக்கிறோம். கேட்ட யாவருக்கும் நாங்கள் கர்த்தராகிய இயேசுவின் நாமத்தினாலே நாங்கள் நன்றி அறிவிக்கிறோம். மேற்கொண்டு எங்களுக்காக பாஸ்டர் பைஜு அவர்கள் டீம் அங்குகள் இங்கே கடந்து வந்து நமக்கு முன்னால் பிரஸ்தாபம் பண்ணவர்களே பெரிய ஒரு டாக்டர் தான். அவர் ரெவரண்ட் டாக்டர் ராஜன் அவர்கள் தான் வந்து இங்கே பிரசங்கம் பண்ணார். அனைத்து இந்த டீம் அங்குகளுக்கும் நாங்கள் எங்களுடைய நிர்வாகத்தின் சார்பாகவும் விசுவாசிகள் சார்பாகவும் நன்றி அறிவிக்கிறோம். ஜெபிக்கலாம். மகாதேவம் கருணை மறைக்கும் கொண்ட அன்பின் பரலோக பிதாவே, நான் இந்த மாலை வேளையிலே நன்றியோடு நினைக்கிறோம், வாழ்த்துகிறோம். கருத்திலே இந்த மாலை வேளையை நாங்கள் பெற்றுக்கொண்டோம். ஆண்டவரே, இந்த உலகத்திலே எத்தனையோ விதமான பொழுதுபோக்குகள் உண்டு. அந்த பொழுதுபோக்குகளுக்கு பின்னாக நாங்கள் போகாதபடிக்கு, தேவையில்லாத விஷயங்களுக்கு பின்னாக போகாதபடிக்கு கர்த்தராகிய இயேசு கிறிஸ்துவின் வார்த்தையை இந்த பகுதியிலே நின்று பிரஸ்தாபிக்கத்தக்க வண்ணம் வகையில ஆண்டவரே நீர் எடுத்து உபயோகப்படுத்தின
விலையேற பெற்ற ஊழியருக்கு நாங்கள் அவருடைய குடும்பங்களுக்கு அவருடைய ஊழியர்களுக்காக நாங்கள் நன்றி அறிவிக்கிறோம். அவருக்கு பின்னாக கடந்து வந்த அனைத்து டீம் அங்கங்களையும் நாங்கள் வாழ்த்துகிறோம். கர்த்தாவே, இதோ பாட்டு பாடியவர்கள், மெசேஜ் கொடுத்த அனைவரையும் நாங்கள் வாழ்த்துகிறோம். வாகனங்களை பொருட்படுத்திக் கொள்ளுங்கள். நல்ல முறையிலே அவர்கள் கடந்து வந்து பல இடங்களுக்கு கடந்து போன தினங்களிலிருந்தான் சொல்லப்பட்டது போல இனியும் அவர்கள் கடந்து சென்று போகிற வழிகளிலும் பாதுகாத்துக் கொள்வதற்காக கூட கேட்டுக்கொள்கிறோம். இதை சம்மதித்து கடந்து வந்த விசுவாசாங்கங்கள் குடும்பங்கள் யாவரையும் நாங்கள் ஆசீர்வதிக்கிறோம். இந்த பகுதியிலே கேட்டுக்கொண்டிருந்த அருமையான ஒவ்வொரு சகோதர சகோதரிகள் யாவரையும் நாங்கள் ஆசீர்வதிக்கிறோம். கர்த்தாவே, அவர்கள் வாழ்க்கையிலே இந்த வசனங்கள் கிரியை செய்யட்டும் ஆண்டவரே, வசனங்கள் பிரவர்த்திக்கட்டும் ஆண்டவரே. அவர்கள் ஜீவிதத்திலே அவருடைய இருதயங்கள் எல்லாம் திறந்து கிடைக்கும்படியால் அந்த கண்களெல்லாம் ஆண்டவரே, ஆத்மீக கண்களெல்லாம் திறந்து கிடைக்க நாங்கள் கேட்டுக்கொள்கிறோம். இந்த பகுதியிலே விசேஷமாக இந்த ஸ்தலத்தை கொடுத்து இந்த ஸ்தலத்திலே நின்று கொண்டு பேசத்தக்க வண்ண வகையில எங்களுக்கு அனுமதி கொடுத்த அந்த குடும்பங்களை நாங்கள் ஆசீர்வதிக்கிறோம். கர்த்தாவை மட்டுமாக உதவினவர் எங்களுக்கு முன்னாக எத்தனையோ விதமான காரியங்கள் கடந்து வந்தாலும் அவைகளெல்லாம் மாற்றி கொடுத்து கர்த்த தெய்வன் மூலமாக தொடர்ந்து வழிநடத்தினீர். யாவற்றிற்கும் நாங்கள் நன்றி அறிவிக்கிறோம். தொடர்ந்து கர்த்தாவே, உமது நாமத்து நிமித்தம் நாங்கள் கேட்டுக்கொண்ட இந்த நாளிலே பேசின எல்லா காரியத்தையும் தேவ சமூகத்தில் ஒப்புக் கொடுக்கிறோம். இதோ விதைக்க வேண்டும் என்று எங்களுக்கு சொல்லியிருக்கிறேன். விதைக்கப்பட்டிருக்கிறது. அதை வெளிச்சத்தை கண்டடையத்தக்க வண்ண வகையில எங்கள் ஒவ்வொருவருக்கும் உதவி செய்யுங்கள் ஆண்டவரே. எங்களை தாழ்த்துகிறோம். தொடர்ந்து வருகிற நேரத்தில் பிரயாண காரியங்களை யாவையும் பொருட்படுத்திக் கொள்ளுங்கள். இயேசு கிறிஸ்துவின் மூலமாக கேட்கிறோமே ஜீவனுள்ள நல்ல பிதாவே, ஆமென். கர்த்தராகிய இயேசு கிறிஸ்துவின் கிருபையும் பிதாவாகிய தேவனுடைய அன்பும் பரிசுத்த ஆவியினுடைய அந்யோன்யம் ஐக்கியமும் நம்மோடும் நாம் கேட்ட சகல காரியங்களோடும் விசேஷமாக கடந்து வந்திருக்கிற ஜனங்களோடும் இந்த நாளை பகுதியில் என்று கேட்டுக்கொள்ள அனைத்து ஜனங்களோடும் என்றும் என்றும் கர்த்தர் வருகை மட்டும் உண்டாவதாக. ஆமென். ஜெயந்த தேவனை நாம ஆர்ப்பரிப்போம். ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. Thank you.